ഞാൻ ചോദിക്കട്ടെ, ഓ മുജാഹിദേ, ഹൈന്ദവർക്ക് ഇവിടെ കുറെ അമ്പലങ്ങളുണ്ട്. അവിടെ നടക്കുന്നത് അന്ധവിശ്വാസമോ സത്യവിശ്വാസമോ? ക്രിസ്ത്യാനികൾക്ക് ഇവിടെ കുറെ ചർച്ചുകളുണ്ട്. അവിടെ നടക്കുന്നത് നിങ്ങളെ കാഴ്ചപ്പാടിൽ അന്ധവിശ്വാസമോ സത്യവിശ്വാസമോ? അത് അന്ധവിശ്വാസമാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ അതും പൊളിക്കാൻ പോകുമോ? ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്. ഹൈന്ദവർക്ക് അവരെ വിശ്വാസമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് അവരെ വിശ്വാസമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ നേതാവ് ഉമർ മൗലവിയല്ല, എ പി അബ്ദുൽ ഖാദിർ മൗലവിയല്ല. ഞങ്ങളെ നേതാവ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തുള്ള എല്ലാ മതവിശ്വാസികൾക്കും മതവിശ്വാസമില്ലാത്തവർക്കും എല്ലാ മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും എല്ലാ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാറ്റിനും കാരുണ്യമാനായി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഹർബിൻ വമിൻ ചൊല്ലിക്കോ മൗലവിക്ക് പറ്റാത്ത ബുറുദയിൽ നിന്ന് സ്വലാത്തതിന്റെ കൂടെ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ സൃഷ്ടികളെയും നേതാവാണ്. ആ റസൂലുള്ള ഞങ്ങളെ പഠിപ്പിച്ചത് ജാറത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്നാണ്, ഖബറിന്റെ അടുക്കൽ പ്രാർത്ഥിക്കണമെന്നാണ്. അതിവിശദമായി ഞാൻ എന്റെ ആ സീഡിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളൊന്ന് വാങ്ങിയത് കേൾക്കണേ. ഇവരുടെ ഭീകരമായ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്താണ് റസൂലുള്ള പറയുന്നത്? അവിടുന്ന് പറയുന്ന അൽ ഖബറു റൗളത്തും മിൻ റിയാദിൽ ജന്ന. മഹാന്മാരെ ഖബർ സ്വർഗ്ഗത്തോട്ടമാണ്, സ്വർഗ്ഗത്തോട്ടമാണ് മഹാന്മാരെ ഖബർ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അതിനതാ ഇമാം ബുഖാരി അധ്യായം കൊടുക്കുന്നു, ബാബു ഫദ്ലി മാ ബൈനൽ ഖബരി വൽ മിംബരി. ഖബറിന്റെയും മിംബറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം. റസൂലുള്ളാഹിന്റെ ജാറത്തിന് മാത്രമല്ല ബഹുമാനം, ഖബറിന് മാത്രമല്ല ബഹുമാനം, ഖബറിന്റെ പരിസരത്തിനും ബഹുമാനമാണ്. മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗ്ഗത്തോട്ടമാണ് എന്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം. അങ്ങനെ മഹാന്മാരുടെ ഖബർ സ്വർഗ്ഗത്തോട്ടമാണ്, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരവും സ്വർഗ്ഗത്തോട്ടമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പള്ളിയോട് തൊട്ടടുത്ത റൂമിൽ കിടക്കുന്നു. അതിന്റെ തൊട്ടടുത്തുള്ള പള്ളി 1,00,000 ഇരട്ടി കൂലി കിട്ടുന്ന പള്ളിയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് മഖ്ബറയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് മഖ്ബറയിലുള്ളവരെ വിളിക്കുന്നു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ. ഖബറാളികളെ അസ്സലാമു അലൈക്കും. പിന്നീട് സെലഫി വന്നിട്ട് ഖബറിലുള്ളവർ കേൾക്കൂല, ഖബറിലുള്ളവരെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയൂന്ന് റസൂലുള്ള മുൻകൂട്ടി അറിഞ്ഞതുപോലെയുണ്ട്. ഖബറാളികളെ വിളിക്കുന്ന അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ അസ്സലാമു അലൈക്കും. എന്നിട്ട് ജീവിതകാലത്ത് പറയുന്നത് പോലെ പറയുന്നു, അതേ അതാ ആ ഖബറിലുള്ളവരോട് പറയാണ്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ വഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഞങ്ങളെ മുമ്പിൽ അങ്ങ് പോയതാണ്, പിന്നാലെ ഞങ്ങളും വരുന്നുണ്ട് എന്നവരോട് ജീവിതകാലത്ത് സംസാരിക്കുന്ന ശൈലിയിൽ തന്നെ സംസാരിക്കുന്നു. മരിച്ചുപോയ മഹാന്മാരോട് സംസാരിക്കുമ്പോ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയും പോലെ പറയാമെന്ന് ലോകത്തിനെ പഠിപ്പിക്കുകയാണ്.
ഖബറാണ്. എന്നിട്ട് അള്ളാന്റെ റസൂൽ അവിടെ വെച്ച് ഓ മുസ്ലിമേ പ്രാർത്ഥിക്കുകയാണ്. ഖബറിനടുക്കൽ മുൻജാറത്തിൽ പ്രാർത്ഥിക്കുന്ന അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, പൊളിക്കാൻ പോയവര് പറഞ്ഞില്ലേ? എന്നാ റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ജീവിച്ചിരിക്കുന്ന നമ്മൾക്കും ഇവിടെ കിടക്കുന്ന നിങ്ങൾക്കും അല്ലാഹ് സൗഖ്യം നൽകട്ടെ. യഗ്ഫിറുല്ലാഹു ലനാ വലക്കും. നിങ്ങൾക്കും അല്ലാഹ് പൊറുക്കട്ടെ, ഞങ്ങൾക്കും അല്ലാഹ് പൊറുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കും ജാറത്തിൽ പ്രാർത്ഥിക്കുന്നു, മരിച്ചവർക്കും റസൂലുള്ള പ്രാർത്ഥിക്കുന്നു. ഈ ഹദീസ് തെളിവിന് പറ്റൂലേ മൗലവിമാരെ? പറ്റില്ലെങ്കിൽ ഇബ്നു തൈമിയ്യ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം നോക്കൂ. യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഗ്ഫിരീൻ. മുമ്പ് പോയവർക്കും ഇനി വരുന്നവർക്കും അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. എത്ര ദുആയാണ് ഖബറിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്. ഖബറിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ ഓ മൗലവിമാരെ, നിങ്ങളും യഹൂദികളും തമ്മിലല്ലാതെ അല്ലാഹുവിന്റെ റസൂലും തമ്മിലുള്ള ബന്ധം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ധവിശ്വാസിയാണെന്ന് പറയാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇത് പറഞ്ഞു വെച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ഖബറിങ്കൽ പോയി ദുആ ചെയ്തത് ഹദീസിലുണ്ടെന്ന് നിങ്ങളെ മൗലവിമാർക്കറിയാം. ഖബറിലുള്ളവരെ വിളിച്ചത് നിങ്ങൾക്കറിയാം. അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾ യഹൂദികളെ തൃപ്തിപ്പെടുത്തണം. മുഹമ്മദ് നബി അന്ധവിശ്വാസിയാണെന്ന് മുഹമ്മദ് നബിയുടെ അനുയായികൾ തന്നെ പറയുന്നുണ്ടെന്ന് വരുത്താൻ വേണ്ടി നിങ്ങളെ യഹൂദികളായ ആളുകൾ വിലക്കെടുത്തതല്ലേ മൗലവിമാരെ? നിങ്ങൾ ഇമാമിങ്ങളെ തള്ളണമെന്ന് പറഞ്ഞത് യഹൂദികൾക്ക് വേണ്ടിയല്ലേ? അതെ, അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ഇങ്ങനെ ഹദീസില്ലേ? റസൂലുള്ള ജാദാ ഖബറിങ്കൽ പോയി പ്രാർത്ഥിച്ചിട്ടില്ലേ? ഇന്നും ലോക മുസ്ലിമീങ്ങൾ ജാറത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? സൗദിയുടെ ഭരണാധികാരി ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ നാളെ സ്ക്രീനിൽ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അബ്ദുള്ള രാജാവ് വന്ന് അള്ളാന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി സലാം പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വിനയത്തോടെ വന്ന് നിന്നില്ലേ? എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് നിന്നില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ മൗലവിമാരെ? ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും റസൂലുള്ളാഹിന്റെ ജാറത്തിൽ വരുന്നില്ലേ? റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ദുആ നടത്തുന്നില്ലേ? അവരെല്ലാം മുശ്രിക്കീങ്ങളാണെന്ന് പറയാൻ, നിങ്ങൾക്ക് അന്ധവിശ്വാസികളാണെന്ന് പറയാൻ നിങ്ങൾക്ക് എവിടുന്നാണ് ഈ മതം കിട്ടിയത്? നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും അള്ളാഹുവിന്റെ റസൂലിനെയും അന്ധവിശ്വാസിയാക്കാൻ നിങ്ങൾ യഹൂദികളോട് വാങ്ങിയ അച്ചാരം തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. കാണിക്കാൻ പറ്റുമോ? بعد ذلك صلى خادم الحرمين الشريفين ركعتي تحية المسجد. ثم أدى خادم الحرمين الشريفين صلاة العصر مع جموع المصلين في المسجد النبوي الشريف. عقب ذلك تشرف بالسلام على رسول الله صلى الله عليه وسلم وصاحبيه رضي الله عنهما. وقد رافق خادم الحرمين الشريفين في زيارته للمسجد النبوي الشريف صاحب السمو الملكي الأمير نايف بن عبد العزيز النائب الثاني لرئيس مجلس الوزراء وزير الداخلية، وصاحب السمو الملكي الأمير ممدوح بن عبد العزيز، وصاحب السمو الملكي الأمير عبد الإله بن عبد العزيز مستشار خادم الحرمين الشريفين. സൗദിയിൽ നിന്നുള്ള അനൗൺസാണ്. മൗലവിയോട് ചോദിക്കട്ടെ, മൗലവി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു എന്നെ, മദീനയിൽ പ്രസംഗിക്കാൻ പേരോടിന് ധൈര്യമുണ്ടോ? പെർമിറ്റ് കൊണ്ടുവരാന്ന്. ഞാൻ പറഞ്ഞു കൊണ്ടുപോവാ, പെർമിറ്റ് റെഡി. ഇപ്പൊ വന്നിട്ട് റെഡിയായോ? റെഡിയായോ മൗലവി? കരയുദ്ധം നടക്കുന്നുണ്ടേ മൗലവി. വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ 10 മാസം തികയുന്നുണ്ടേ മൗലവി. ഇത് കരയുദ്ധമാണ്. ഇനി ഞാൻ പറയട്ടെ, ഓ മുസ്ലിമീങ്ങളെ, ആരാണ് ഈ പാവപ്പെട്ട മുജാഹിദിന് മഖ്ബറ പൊളിക്കാൻ പ്രചോദനം നൽകിയത്? ഭീകരപ്രവർത്തനത്തിന് പ്രചോദനം നൽകിയത് മുജാഹിദിന്റെ മൗലവിമാരല്ലേ? അൽമനാറ് നേർച്ചകൾ എന്ന അധ്യായം ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിവേച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവശ്യ പൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും
ആയുസ്സിനെ സംരക്ഷിക്കുമെന്നുമൊക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലല് നിർബന്ധമാണ്. മുജാഹിദേ, പച്ച മലയാളത്തിൽ നിങ്ങൾ ഇറക്കിയ നിങ്ങളെ മുഖപത്രമല്ലേ അൽമനാർ? മഖ്ബറയിലേക്ക് നേർച്ച തേറുന്ന ഒരു മുശ്രിക്കീങ്ങളാണെന്നും അവരെ കൊല്ലല് നിർബന്ധമാണെന്നും നിങ്ങൾ എഴുതി വച്ചില്ലേ? നിങ്ങളാണോ സലഫിയെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടിയില്ലെന്ന് പറയുന്നത്? പറയണം സലഫിയെ, പറയണം മൗലവിമാരെ. നിങ്ങൾ അൽമനാറിൽ അങ്ങനെ ഇല്ലേ? കൊല്ലാൻ തന്നെ പറഞ്ഞിട്ടില്ലേ? ജാറം പൊളിക്കാൻ മാത്രമല്ലല്ലോ പറഞ്ഞത്. ഇനി നിങ്ങൾ വിളിച്ച ജാറമൊക്കെ ഞാൻ മുമ്പ് കാണിച്ചതല്ലേ? അതിന്റെ റിപ്പോർട്ട് ഈ മൗലവിയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ലേ? നിങ്ങൾ അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിലെ ജാറം പൊളിച്ചിട്ടില്ലേ? അലി ഇബ്നു അബീ താലിബിന്റെ ജാറം പൊളിച്ചിട്ടില്ലേ? ഖദീജ ബീവിന്റെ ജാറം പൊളിച്ചിട്ടില്ലേ? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം പൊളിച്ചിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ മദീനത്തെ ജാറം പൊളിച്ചിട്ട് അതാ റൗദയിലുള്ള അതാ രത്നങ്ങളും പണങ്ങളുമൊക്കെ നിങ്ങൾ കവർച്ച ചെയ്തിട്ടില്ലേ? നിങ്ങൾ കഅബത്തുനിന്നും കവർച്ച ചെയ്തിട്ടില്ലേ? അത് കോൺഗ്രസിന്റെ നേതാവായ ഈ മൊയ്ദ് മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഞാനിവിടെ വായിച്ചതല്ലേ മുമ്പ്? ഓ മുസ്ലിമീങ്ങളെ, അത് ഞാൻ വായിച്ചപ്പോ ഓ സലഫി നിങ്ങൾ പറഞ്ഞത് അങ്ങനത്തെ ചില പണിയൊക്കെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് നിങ്ങളെ പ്രസംഗത്തിലില്ലേ? ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ ഞാനതൊക്കെ കയറ്റുന്നുണ്ട്. ലോകത്ത് ഏറ്റവും പുണ്യമുള്ള സ്ഥലം ഏതാണ് മോനെ? മക്കയും മദീനയും. മക്കയിൽ കഅബ ശരീഫിന്റെ സമീപം, മദീനയിൽ റൗദ ശരീഫിന്റെ സമീപം. ഒരു മുസ്ലിമിനും തർക്കല്ല. ഏത് സാധാരണക്കാരന് പറയും? അതറിയാത്ത സാധാരണക്കാരനുണ്ടോ ഈ മുജാഹിദ് മൗലവിമാരല്ലാതെ? എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, ആ മക്കയിലും മദീനയിലും പോയിട്ട് മഖബറ പൊളിച്ച കമ്പനിയല്ലേ ഇവർ? കൊള്ള ചെയ്ത കമ്പനിയല്ലേ ഇവർ? നാട് കാണി ഇവർക്കൊരു വിഷയ. ഞാൻ വായിച്ചു കേൾപ്പിക്കുക, കേട്ടോളി. ഇതെന്താ സാധനം? ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും ഈ മൊയ്ദ് മൗലവി എഴുതിയതാണ്. അയാൾ മുജാഹിദാണ്, സുന്നിയല്ല. ഈ പുസ്തകത്തിൽ അവതാരിക എഴുതിയ CH മുഹമ്മദ് വായ സാഹിബാണ്. ഈ പുസ്തകത്തിൽ അയാൾ എഴുതുന്നത് കണ്ടോ? ഈ മൊയ്ദ് മൗലവി ഷെയ്ഖിന്റെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഫാത്ത്, നിര്യാണം. ഏതാണ്ട് 90 വയസ്സ് പ്രായമെത്തിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഹിജ്റ 1206 ക്രിസ്താബ്ദം 1792 ഇഹലോകവാസം വെടിഞ്ഞു. ഇയാൾ ചെയ്ത പണി എന്താ? ഇയാൾ ജനിച്ചത് നജിദിലാണ്. നജിദിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന എന്നൊക്കെ ദുആർന്നപ്പോ, ശാമിനും യമനിനൊക്കെ ദുആർന്നപ്പോ സഹാബത്തിൽ ചിലർ പറഞ്ഞു ഫീ നജിദിനാ യാ റസൂലുള്ളാഹ്, നജിദിന് വേണ്ടി ബർക്കത്തിന് ദുആർന്ന് തരണം നബിയെ. 3 പ്രാവശ്യം പറഞ്ഞിട്ട് ദുആർന്ന് കൊടുത്തില്ല. അവിടെ നിന്നാണ് കുലുക്കം, അവിടെയാണ് ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുക എന്ന് പറയും. അപ്പറഞ്ഞ ആ നജിദിൽ ജനിച്ച ആളാണ് ഇബ്നു അബ്ദുൽ വഹാബ് എന്നാ പറഞ്ഞത്. അയാൾ അനുയായികളാണ് സർവ്വ മുജാഹിദീങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ ബർക്കത്തിന് ദുആർക്കൂല, ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് ജനിച്ചു. ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആൾക്കാർ എന്ത് ചെയ്തു? നജിദികൾ എന്ത് ചെയ്തു? പറയട്ടെ, മൊയ്ദ് മൗലവി പറയട്ടെ. ഹിജാസിലെ ആറിത്തണുത്ത പഴയകാലം വീണ്ടും ചൂടുപിടിച്ചു. അതിനൊരു പ്രത്യേക കാരണമുണ്ടായി. നജിദികളുടെ തീഷ്ണതയുള്ള വാദഗതിയോട് ഹറമിലെ ഉലമാക്കൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ഹറമിലെ ഉലമാക്കള് നജിദികളുടെ അഭിപ്രായത്തോട് യോജിച്ചില്ല. ബുഖാരിയിൽ നമ്മൾ നേരത്തെ എന്തായാലും പഠിച്ചത്, ബുഖാരിയിൽ ഒരു അധ്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ പറയുന്ന അധ്യായം, വഹല്ല അല ഇത്തിഫാഖി അഹ്ലുൽ ഇൽം, വിവരമുള്ളവർ ഒരു വിഷയത്തിൽ യോജിച്ചാൽ ആ യോജിച്ച വിഷയത്തെ സ്വീകരിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചതിൽ പറയുന്ന അധ്യായം. വമജ്തമ അലൈഹിൽ ഹറമാനി, മക്കയിലെ ഹറമും മദീനയിലെ ഹറമും ഒരു കാര്യത്തിൽ യോജിച്ചാൽ ആ യോജിച്ചത് അംഗീകരിക്കണം എന്നത് പഠിപ്പിക്കുന്ന അധ്യായം. ഇനി കേട്ടോളി. അവർ വീണ്ടും ഷെരീഫിനെ സമീപിച്ചു. ഷെരീഫ് അന്നത്തെ ഭരണാധികാരിയാണ്. ഷെരീഫ് ഒരിക്കൽ കൂടി നജിദികൾക്ക് ഹിജാസിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. നജിദികൾ പഴയപടി സാമ്പത്തിക ഉപരോധത്തിന് തുനിഞ്ഞു. ഇറാഖ്, ഇറാൻ വ്യാപാര സംഘങ്ങളെ അലോസരപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ പിന്നെ വ്യാപാരത്തിന് പോകുന്ന ആളുകളെ കൊള്ള ചെയ്യാൻ തുടങ്ങി വരും. എന്നിട്ട് പിന്നെന്താ ചെയ്തത്? മുജാഹിദീങ്ങൾ ചെയ്ത പണിയെ പറയുന്നത്,
എന്നാൽ ഇത്തവണ ഈ തീപ്പൊരികൾ മധ്യ ഇറാഖിലും ഇറാനിലും എത്തി. ഹിജറ 1216 ക്രിസ്താബ്ദം 1802 കർബല, മുഅല്ല, നജ്, അസ്റഫ്, ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജിദുകാർ ആക്രമിച്ചു. അവിടങ്ങളിലെ ധനങ്ങളും ഖജാനകളും രത്നങ്ങളുമെല്ലാം പിടിച്ചെടുത്തു അവ പട്ടാളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു. ഖബറുകളുടെ മേൽ പടുത്തുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി. ഖബറുകളുടെ മേൽ എടുത്ത എടുപ്പുകൾ പൊളിച്ചു നീക്കി. അവിടുന്ന് ആളുകളെ സംഖ്യകൾ മുഴുവനും കവർച്ച ചെയ്ത് ഖജനാവുകളും രത്നങ്ങളും കയ്യിലാക്കി കവർച്ച ചെയ്തിട്ട് വിതരണം ചെയ്തു. ആര്? മുജാഹിദുകളുടെ നേതാക്കന്മാര്. തീർന്നില്ല, ഇനിയും കേട്ടോ. ഹിജറ 1318 മുഹറം 8 1803 ഏപ്രിൽ 3 ഇബ്നു അബ്ദുൽ അസീസ് വിജയബേരി മുഴക്കിക്കൊണ്ട് പരിശുദ്ധ മക്കയിൽ പ്രവേശിച്ചു. പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി. അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചു നീക്കി. ഇബ്നു അബ്ദുൽ വഹാബിന്റെ മുജാഹിദിന്റെ ആളുകൾ മക്കയിൽ കടന്നിട്ട്, ഈ മൊയ്ദ് മൗലവി കോൺഗ്രസിന്റെ നേതാവാണ്, മുജാഹിദിന്റെ നേതാവാണ്, അദ്ദേഹം എഴുതുകയാണ്, ഖബറുകളുടെ മേലുള്ള കുബ്ബകൾ പൊളിച്ചു നീക്കി, കഅബത്തിലുള്ള രത്നങ്ങൾ കവർച്ച ചെയ്തു. അവരെ നേതാക്കന്മാർ എടുത്ത പണി പറയാണ്. അങ്ങനെ എന്നിട്ട് അവസാനം പറയാണ്, പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്ത പോലുള്ള പ്രവർത്തികൾ ചെയ്തു. ഖബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിനു കാരണമായി. ഇങ്ങനെ മക്കയിലും മദീനയിലും പോയി മഹാന്മാരെ ഖബറ് പൊളിക്കുകയും രത്നങ്ങളും പണങ്ങളും അതാ കവർച്ച ചെയ്യുകയുമാണ് മുജാഹിദിന്റെ നേതാക്കന്മാര് ചെയ്തിട്ടുള്ളത് എന്ന് മുജാഹിദ് നേതാക്കൾ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, അവരൊരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് ഈ പണിക്ക് വേണ്ടി. അത് മുജാഹിദിന്റെ പത്രമായ അൽ-ഇത്തിഹാദ് എന്ന ഈ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഹുസൈൻ സലഫിയുടെ നാട്ടിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചത് ഞാൻ ഇനി CD-യിൽ കയറ്റിക്കോളാം. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇത് സാമ്പിളിന് ഇത് മതിയല്ലോ. ഞാൻ വായിച്ച് കേൾപ്പിച്ചേരാ കേട്ടോളി. 1801 ഏപ്രിൽ 30 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനർബികളായ സന്ദർശകന്മാര് വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വിലപിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എത്രയോ ആളുകളെ കൊല്ലുന്നതിനും മഖാം കൊള്ളയടിക്കുന്നതിനും അവിടെ അനർബികളായ പുറത്തുനിന്ന് വന്ന ആളുകളെ കൊന്നുകളയുന്നതിനും അവരുടെ രത്നങ്ങൾ പിടിച്ചെടുക്കുന്നതിനും ഒരു വിഷമവും ഒരസഹ്യമായി അവർക്ക് തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു. ഓ സലഫി, പറയണം, നിങ്ങൾ KC അബൂബക്കർ മൗലവി നിങ്ങളെ നേതാവല്ലേ? അല്ലേ? അല്ലേ? അൽ-ഇത്തിഹാദ് നിങ്ങളെ നേതാക്കൾ EK മൗലവി പുറത്തിറക്കിയ പത്രമല്ലേ? അതിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതേ, ഖബറിന് നേർച്ച ചെയ്യുന്നവരോട് കാഫിറുകളോടുള്ള വീക്ഷണഗതി തന്നെയായിരുന്നുവെന്നും അതേ ഖബറിന് നേർച്ച ചെയ്തവരെ കൊന്നുകളയുകയാണ് ചെയ്തതെന്നും അതുപോലെ മഖാം കൊള്ളയടിക്കുകയാണ് കർബലയിൽ നിങ്ങൾ ചെയ്തതെന്നും നിങ്ങളെ പത്രത്തിൽ നിങ്ങളെ നേതാവ് എഴുതിയിട്ടില്ലേ? ഇനിയും എത്രയോ വായിക്കാനുണ്ട്. ഞാൻ വിശദമായി പറയാൻ സമയം പോരാ. ഞാൻ ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കട്ടെ, കേട്ടോളൂ. എന്നാൽ വഹാബികൾ ഈ അവസരം അസലായി ഉപയോഗിച്ചു. അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും ഹറമൈനിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന ഔലിയാക്കളുടെ ഖബറുകളും മറ്റും പൊളിച്ച് അവിടെയുണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ച് പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്തു വിറ്റു. ഇത് നിങ്ങളെ നേതാവ് KC അബൂബക്കർ മൗലവി എഴുതിയിട്ടില്ലേ? ഈ മൊയ്ദ് മൗലവി മാത്രമല്ല, ഇനിയും കേട്ടോളൂ. വെള്ളിക്കിനാദികളും വെള്ളിപ്പാത്രങ്ങളും വിളക്കുകളും അവർ ഉരുക്കി വിറ്റ് അതിന്റെ വില പരിശുദ്ധ നാടിന്റെ സംരക്ഷകന്മാർക്ക് വിധിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ സംഭവം ഹിജറ 1220 ക്രിസ്താബ്ദം 1805 നടന്നത്. ഇനിയും കേട്ടോളൂ. അലി റളിയല്ലാഹുവിന്റെ ഖബർ ആക്രമണം. പിന്നീട് വഹാബികൾ ഇറാഖിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ യാറത്തിലേക്കാണ് തിരിച്ചത്. എന്നിട്ട് അതിനാക്രമിച്ച സംഭവവും പറഞ്ഞിട്ട് പിന്നെയും കാണാം എത്രയാണ്. അടുത്ത കൊല്ലം വഹാബികൾ ഫുറാത്ത് നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന
ആന ആക്രമിക്കുകയും എന്നിട്ട് ദിമസ്കിലേക്ക് മുന്നേറുകയും ചെയ്തു. അന്ന് അവിടുത്തെ അമീറായ യൂസുഫ് ബാഷയെ അവിചാരിതമായി പിടികൂടിയതുകൊണ്ട് അദ്ദേഹം അവരോട് സൗഹാർദ്ദം കാണിക്കുവാൻ നിർബന്ധിതനായി. അദ്ദേഹവും പട്ടണവാസികളും വഹാബി പ്രബോധനം സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തു. കൂടാതെ അവിടുന്ന് ഹജ്ജിന് വരുന്ന കാഫിലയെ ദ്രോഹിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവർക്ക് കുറെ സംഖ്യയും കൊടുത്തു. വഹാബികൾ കൈക്കൂലി വാങ്ങിയത് എന്തിനാണ്? ഹജ്ജിന് വരുന്നവരെ ആക്രമിക്കാതിരിക്കാൻ. എന്നാ കേട്ടോളൂ, എന്നിട്ട് ഇവർ ചെയ്ത അക്രമം എന്താണ്? എന്നാൽ വഹാബികൾ ആ സംഖ്യ വാങ്ങുകയും കുറെ ദൂരം കാഫിലയുടെ കാവൽക്കാരായി പോവുകയും ചെയ്തുവെങ്കിലും വഴിമധ്യേ വെച്ച് ഹജ്ജാജികളുമായി വഴക്കുണ്ടാക്കിയത് നിമിത്തം കാഫിലയുടെ സാമാനം അവർ പിടിച്ചെടുത്തു. അതെ, ഇത് മുജാഹിദിന്റെ നേതാക്കന്മാര് അവരെ പത്രത്തിൽ എഴുതിയതാ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ എത്രയോ ആളുകളെ കൊന്നു. അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കുബ്ബയെ പൊളിച്ചു. അതുപോലെ മഹാന്മാരുടെ പലരുടെയും കുബ്ബകൾ ഇവര് പൊളിച്ചു കളഞ്ഞു. അങ്ങനെ ഏറ്റവും പുണ്യമുള്ള സ്ഥലമായ കഅബയിൽ കവർച്ച നടത്തിയൊരു കൂട്ടര്, മക്കയിൽ നിന്നും മദീനയിൽ നിന്നും കവർച്ച നടത്തിയൊരു കൂട്ടര് ഇവരല്ലാതെ വേറെയുണ്ടോ മുസ്ലിമീങ്ങളെ? ഇതിനെക്കുറിച്ച് ഞാൻ നാദാപുരത്ത് വരുന്ന സലഫിയോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഭരണം കിട്ടിയപ്പോ ഞങ്ങളെ നേതാക്കന്മാര് ഇസ്ലാമിനെതിരായ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത അത്തരം സംഗതികളെ അധികാരം കിട്ടിയപ്പോൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൽ സംശയം ഒന്നും വേണ്ടതില്ല, ആരും നിഷേധിക്കുന്നില്ല. എന്റെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കൽ അയാൾ പറഞ്ഞു നോക്കി, ഞാൻ ഇബ്നു അബ്ദുൽ വഹാബ് ഞങ്ങളുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഞാൻ പുസ്തകം എടുത്ത് വായിച്ചു കൊടുത്ത് അവരുടെ ഏറ്റവും വലിയ നേതാവ് ഇബ്നു അബ്ദുൽ വഹാബാണെന്ന് അവരുടെ പുസ്തകത്തിലുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനും ആമുഖം എന്ന പുസ്തകത്തിലുണ്ട്. അത് മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിച്ച ബുക്കാണ്. അതിൽ പറഞ്ഞ് ഞങ്ങളെ പ്രഭാവ കേന്ദ്രമെന്നാണ്. ഇപ്പൊ തോന്നുന്നത് ഇയാൾ അനുയായിയാണ് എന്ന് പറഞ്ഞാല് അത് വളരെ മോശം തന്നെയാണ്. കഅബത്തുനിന്ന് കവർച്ച ചെയ്യുന്ന കക്ഷികളാണെന്ന് തന്നെ മോശമല്ലേ? റൗള ശരീഫിൽ നിന്ന് കവർച്ച ചെയ്യുന്ന ആളാണെന്ന് തന്നെ മോശമല്ലേ? പക്ഷെ ഈ മോശം നമ്മളാരും എഴുതിയല്ലോ, അവരുടെ പുസ്തകത്തിൽ അവരും എഴുതിയല്ലേ. നമ്മൾ അവരുടെ എതിരാളികൾ എഴുതിയതല്ല ഉദ്ധരിക്കുന്നത്, അവരും എഴുതിയല്ലോ ഉദ്ധരിച്ചത്. അതൊന്ന് വെച്ചെടുത്തവനെ. പക്ഷേ മുജാഹിദുകൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. പക്ഷേ മുജാഹിദുകൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല. അപ്പോ മുജാഹിദുകൾ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികളല്ല എന്നപ്പം പറയും. നാം മുജാഹിദ് സെന്ററിന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞത് എന്താണ്? ഈ പുസ്തകത്തിൽ പറഞ്ഞത് മുസ്ലിം ലോകത്താകമാനം ഇന്ന് വിശ്വാസ, വിജ്ഞാന, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ അലയടിക്കുന്ന പുതിയ ചൈതന്യത്തിന്റെ ഉത്ഭവ കേന്ദ്രം ഈ പരിഷ്കർത്താവത്രേ. വഹാബി പ്രസ്ഥാനമെന്ന് എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും വിളിക്കുന്ന ചിന്താധാര ഏതോ അതിന്റെ പ്രഭാവ കേന്ദ്രമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1703 നജ്ദിൽ മുജാദനായി എന്നാണ് അവര് മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ബുക്കിൽ പറഞ്ഞത്. മൗലവിക്ക് ഇത് കേട്ടോക്കുമ്പോ എന്തോ ഒരു നാണക്കേട്. ഞങ്ങള് അയാളെ അനുയായികളല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കവർച്ച ചെയ്യലും ഖബർ പൊളിക്കലും അതുപോലെ കൊല്ലലും മാത്രമാണ് ഈ കക്ഷികളുടെ ആദർശം. ഓ സലഫിയെ ചോദിക്കട്ടെ, പിന്നെന്തിനാ ചേറ്റിയേട്ടിയിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു കേസുമില്ല, ഞങ്ങളൊരു തീവ്രവാദത്തിനുമില്ല എന്നെന്തിനാണ് പറഞ്ഞത് സലഫി? വടികൊടുത്ത് അടി വാങ്ങണോ സലഫി? ഇനി മുസ്ലിമീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവരിൽ നിന്നും ഇന്നലെയും തുടങ്ങിയതാണോ? നമ്മുടെ SYS-ഉം SSF ഒക്കെ പ്രവർത്തന രംഗത്ത് വരുന്നതിന് മുമ്പ് ഇവരെത്ര ജാറമാണ് ഇവിടെ പൊളിച്ചത്, എന്തെല്ലാം നാശങ്ങളാണ് ഇവിടെ വരുത്തിയത്. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളില്ലാത്ത കാലത്ത് നിങ്ങൾ കണ്ടോ ഇത് മുജാഹിദിന്റെ ജിഹാദ് സ്പെഷ്യൽ. ജിഹാദ് എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ സ്വന്തം അതേ മറ്റൊരാശയക്കാരുടെ സ്ഥാപനങ്ങൾ പൊളിക്കലാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊല്ലലാണ് എന്ന് ഇവിടെയുള്ള എല്ലാ കക്ഷികളെയും തെറ്റിദ്ധരിപ്പിച്ചത് മുജാഹിദേ ജിഹാദ് ചെയ്യുന്നവരെന്ന അർത്ഥപ്രകാരം പേര് സമ്പാദിച്ച നിങ്ങളല്ലേ. എന്നിട്ട് പിന്നെ ഞങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി വിലപിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന തീവ്രവാദങ്ങൾ ഇവിടെ എല്ലാവരും കാണുന്നില്ലേ? നിങ്ങൾ തന്നെ എഴുതിയത് വായിക്കട്ടെ. MSM ഇടവണ്ണ ശാഖ ജിഹാദ് സ്പെഷ്യൽ 87 എന്താണ് വായിക്കുന്നത് കേട്ടോ? വിഗ്രഹധ്വംസനം അഥവാ ജാറംപൊളി.
വിഗ്രഹധ്വംസനം അഥവാ ജാറം പൊളി. അപ്പൊ വിഗ്രഹമാണ് ജാറമെന്നും വിഗ്രഹം ധ്വംസിക്കണം അഥവാ ജാറം പൊളിക്കണം എന്നല്ലേ നിങ്ങളെ ഹെഡിങ്? കേട്ടോളി. വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു. അലവി മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ തീരുമാനം. വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് ശേഷം പൊളിക്കുക തീരുമാനം ഇപ്പിതമായിരുന്നു. എന്നാൽ ഈ വെള്ളിയാഴ്ച മറ്റൊരു പ്രധാന സംഭവത്തിന് കേരളക്കര ആദ്യമായി സാക്ഷ്യം വഹിക്കുകയായിരുന്നു. കേരളത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദ്യമായി ഒരു ജുമ സംഘടിപ്പിക്കുവാൻ ഒതായിലെ PV മുഹമ്മദ് ഹാജി തീരുമാനിച്ചു. ഈ ജുമ ഉദ്ഘാടനം ചെയ്യാൻ അലവി മൗലവി പോയതുകൊണ്ട് ഒതായിലെ മോയിൻകുട്ടി മൗലവിയെ എടവണ്ണയിൽ ഖുതുബ നിർവഹിക്കാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ ജുമാ ഖുതുബയ്ക്ക് ശേഷം ധീര മുജാഹിദുകൾ ജാറം പൊളിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തു. മുഹമ്മദ് നബിയും സഹാബിവര്യന്മാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ഹായതിനു ശേഷവുമായിരുന്നു. പച്ചക്കള്ളം. അല്ലാഹുവിന്റെ റസൂല് പൊളിച്ച ജാറം ഏത് മഹാന്റെതാണ് മൗലവിമാരെ? സഹാബത്ത് പൊളിച്ചത് ഏത് മഹാന്റെ ജാറമാണ് മൗലവിമാരെ? സനദ് സഹിതം പറയൂ സലഫി മുതൽക്ക് റസൂലുള്ള വരെയുള്ള സനദോടെ വായിക്കൂ മൗലവി. റസൂലുള്ള പൊളിച്ച ജാറന്മാരുടേതാണ്. ഏത് ജാറമാ പൊളിച്ചത്? നിങ്ങൾ സാധാരണ വായിക്കുന്ന ഒരു ഹദീസുണ്ട്. അതിന്റെ അർത്ഥം ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടില്ലേ? ഇമാം ഖസ്തല്ലാനി ശർഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടില്ലേ? വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതുഹു. അതെ, മുശ്രിഫായ ഖബറിനെ തസ്വിയത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതിന്റെ മഅന എന്താണ്? അത്തസ്തീഹു. അതുകൊണ്ടുള്ള ഉദ്ദേശം കൂർത്തു നിൽക്കുന്ന ഖബർ അല്പം പരത്തണമെന്നാണ്, ജാറം പൊളിക്കണമെന്നല്ല എന്ന് ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടില്ലേ? ഇമാം ഖസ്തല്ലാനി ബുഖാരിയുടെ ശർഹിൽ പറഞ്ഞിട്ടില്ലേ? ആ ഹദീസ് ജാറം പൊളിയല്ലല്ലോ, കൂർത്തു നിൽക്കുന്ന ഖബർ പരത്തണമെന്നല്ലേ ആ ഹദീസിൽ പറഞ്ഞത്? നിങ്ങൾക്ക് ഏതാണ് ഹദീസ് മൗലവിമാരെ? ഞാനിതാ ചോദിക്കുന്നു. മൗലവി ഇപ്പൊ വന്നപ്പോ പറയുന്നു ഞാൻ വെല്ലുവിളിക്കുന്നില്ല. മൗലവി പറയാ ഞാൻ വെല്ലുവിളിക്കുന്നില്ല, വിനയത്തോടെ ചോദിക്കുകയാണ്. വെല്ലുവിളിക്കുകയല്ല, വിനയത്തോടെ കാണിക്കുന്നു. അതിന്റെ ഇപ്പൊ വെല്ലുവിളിക്കാത്തത്? മുമ്പ് കാലത്ത് വെല്ലുവിളിക്കുന്ന പേരോടെ ഫൈൻ കാണിച്ചു തന്നാ ചെരുപ്പെടുക്കൂന്ന് അറിഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ വെല്ലുവിളിക്കാത്തത്? വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ? കരയുദ്ധമാണ് മൗലവി. വെല്ലുവിളിയുടെ പൂതി മാറിയല്ലേ? ഇപ്പൊ മൂപ്പര് വിനയത്തോടെ ചോദിക്കുകയാണ്. ഞാൻ പറയട്ടെ, വിനയത്തോടെ ചോദിക്കുന്നൊന്നുമില്ല, വെല്ലുവിളിക്കുകയാണ് മൗലവി. വെല്ലുവിളിക്കുകയാണ് മൗലവി. അള്ളാന്റെ റസൂല് പൊളിച്ച ജാറമേതാണ്? ഏത് മഹാന്റെ ജാറമാ പൊളിച്ചത്? ഏത് മഹാന്റെ ജാറമാ പൊളിച്ചത്? ഏത് വലിയന്റെ ജാറമാ പൊളിച്ചത്? ഏത് നബിയുടെ ജാറമാ പൊളിച്ചത്? പറയണേ മൗലവിമാരെ. സലഫിക്ക് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ ജാറം പൊളിയം മൗലവിമാർ എവിടെയുണ്ടോ അവർക്കെല്ലാം എന്റെ ചോദ്യം ബാധകമാണ്. കുറ്റ്യാടി ഞാൻ പോയത് വെറുതെയല്ല. 1964 പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ഔലിയായുടെ മഖാം എന്ന് വിളിക്കുന്ന ആ നീളമുള്ള ഖബർ ചില ചെറുപ്പക്കാർ ചേർന്ന് പൊളിച്ചു നീക്കിയെന്ന് ഈ ചിയ്യൂർക്കാരനായ മൊയ്ദ് മൗലവി, ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് മൊയ്ദ് മൗലവി കുറ്റ്യാടിയിലെ ഖാദി എഴുതി വെച്ചിട്ടുണ്ട്. കുറ്റ്യാടി ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ജാറം പൊളിച്ച സ്ഥലത്ത് പോയിട്ടാണേ മൗലവിമാരെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 54 പള്ളി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങളോട് പറയട്ടെ, അതേ സ്ഥലത്ത് പോയിട്ടാണ് 25 മദ്രസ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ടാണ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 6000-ലധികം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. യതീം കുട്ടികൾ ഫ്രീ ആയി പഠിക്കുന്നുണ്ട്. ഹരിയാനയിലുള്ള ചെറിയ മക്കൾ, ഉറുദുക്കാരായ ചേരി പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട മക്കൾ അവിടുന്ന് പഠിക്കുന്നുണ്ട്. ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവുമുണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന 100 കണക്കിന് മക്കളുണ്ട്. ശരീഅത്ത് കോളേജിൽ 100 കണക്കിന് കുട്ടികൾ പഠിച്ച് പണ്ഡിതന്മാരായി അൽഹംദുലില്ലാഹ് ഓലഷെഡിൽ പഠിച്ച ഈ നൗഷാദ് സഖാഫി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഏത് മൗലവിക്ക് ധൈര്യമുണ്ട് ഈ ചെറുപ്പക്കാരനായ നൗഷാദ് സഖാഫി അയച്ചു തരാം? നേരിടാൻ ധൈര്യമുണ്ടോ മൗലവിമാരെ? അങ്ങനത്തെ 100 കണക്കിന് മക്കളെ അള്ളാഹുവിന്റെ തൗഫീഖ്
തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദ വളർത്തിയെടുത്തിട്ടുണ്ട്. ചോദിക്കട്ടെ മൗലവിമാരെ, സദാ ദഅവാ കോളേജിൽ MA-ക്ക് പഠിക്കും, MBA-ക്ക് പഠിക്കുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു PG എടുക്കും. അതേ സമയത്ത് പണ്ഡിതന്മാരാകും. അതിന് ദഅവാ കോളേജ് നടക്കുന്നുണ്ട്. ചോദിക്കട്ടെ മൗലവിമാരെ, നിങ്ങൾക്ക് ഞാൻ പിരിവെടുക്കുന്നതിന് വിഷമമുണ്ടല്ലേ? പിരിവെടുത്തിട്ട് നിങ്ങളെപ്പോലെയല്ല ഞാൻ പിരിവെടുത്തതിന് എന്റെ സംഘടനയിൽ ഒരാൾക്കും ഇന്നുവരെ തർക്കമുണ്ടായിട്ടില്ല, എന്റെ നേതാക്കൾക്കുണ്ടായിട്ടില്ല, എന്റെ കൂടെയുള്ളവർക്കുണ്ടായിട്ടില്ല. നിങ്ങൾ പിരിവെടുത്തിട്ടോ മൗലവിമാരെ? നിങ്ങൾ പിരിവെടുത്തിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മഖബറ പൊളിക്കണമല്ലേ? ഞങ്ങളെ മഖബറ പൊളിച്ചതുകൊണ്ടാണ് ഞാൻ കുറ്റ്യാടിയിൽ പോയി ഓല ഷെഡ് കെട്ടിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ തലയണി വെക്കാനും കിടക്കയിടാനും അല്ല തന്നിട്ടുണ്ട്. ഞാൻ നാദാപുരത്തുനിന്നാ പറയുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഇന്ന് വരെ ഓ മൗലവി നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല, ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെപ്പോലെ ജീവിച്ചിട്ടില്ല. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി ഓല ഷെഡ് കെട്ടി അതാ ഇഷ്ടികയും തലയ്ക്ക് വെച്ച് ഞാൻ സിറാജുൽ ഹുദയിൽ ധാരാളം കൊല്ലങ്ങളോളം കിടന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കതിൽ അസൂയയുണ്ടല്ലേ? അത് പൊളിക്കാൻ വേണ്ടി ഒരു മൗലവിയെ നാദാപുരത്ത് കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ അത് നടക്കുമെന്ന് തോന്നിപ്പോയി അല്ലേ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കുറെ ആള് പോയി നിന്നുകൊടുത്താൽ പേരോട് ഒലിച്ചു പോകുമെന്ന് തോന്നിയല്ലേ? എന്നാ ഈ കരയുദ്ധത്തിൽ നിങ്ങളെ അതാ കിടത്തേണ്ട സ്ഥലത്ത് കിടത്തിയിട്ടല്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ശരിക്കും കേട്ടോളം സിറാജുൽ ഹുദയുടെ സമ്മേളനമായതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് തോന്നിയോ? നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിനെതിരെ ഇബ്ലീസും അനുയായികളും യഹൂദികളും ചാരന്മാരും ലോകത്തെവിടെ വന്നോ അവരെ ഒന്നും ജീവൻ ബാക്കിയുള്ള കാലത്തോളം നിലനിർത്തുകയില്ല. അവരാശയം പൊളിച്ചേ മടങ്ങൂ, സംശയം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയില്ലേ നിങ്ങൾ? റസൂലുള്ള ജാറം പൊളിച്ചുവെന്ന്. എന്നിട്ടോ ഭരണാധികാരം കിട്ടിയിട്ടാണ് പോലും. ശേഷവും നാട് ഫത്ഹായതിനു ശേഷവുമായിരുന്നു. എന്നാൽ എടവണ്ണ ഫത്ഹാവുന്ന മുമ്പാണ് ഈ ധീരത എടവണ്ണയിലെ മുജാഹിദുകൾ പ്രകടിപ്പിച്ചതെന്ന് വായനക്കാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുഹമ്മദ് നബി ഭരണം കിട്ടിയിട്ടാ ജാറം പൊളിച്ചത്. ധീര മുജാഹിദുകൾ ഭരണമില്ലാതെ തന്നെയാ പൊളിച്ചത്. ഓ മുസ്ലിമീങ്ങളെ, ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം, അതിന്റെ പുറമേ എന്തിനാണടോ തീവ്രവാദം എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോ ആ ഭരണത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ, അവിടെയുള്ള നിയമപാലകന്മാരെ അംഗീകരിക്കാതെ, കോടതിയെ വകവെക്കാതെ സ്വയം നിയമം കയ്യിലെടുക്കുന്നതിന്റെ പേരല്ലേ തീവ്രവാദം? ഈ തീവ്രവാദമല്ലേ നിങ്ങൾ ഇവിടെ നടത്തിയത്? ഈ തീവ്രവാദത്തിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിലല്ലേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ തലവെട്ടിപ്പോയത്? ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഞങ്ങളെ ഇമാമിങ്ങളെ പലരെയും നിങ്ങൾ കൊന്നിട്ടുണ്ട്, വിഷം കൊടുത്തു കൊന്നിട്ടുണ്ട്, വിഷം കുത്തിയിട്ട് കൊന്നിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തീവ്രവാദികൾ തലവെട്ടി കൊന്നിട്ടുണ്ട്. ഇതുപോലെ പേരോടിനെ വകവരുത്താമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഷഹീദായി മരിക്കാമല്ലോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്തിനാണ് കൊല്ലപ്പെട്ടത്? തീവ്രവാദത്തെ അനുകൂലിക്കാഞ്ഞിട്ടല്ലേ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ നിങ്ങളിപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയും പോലെ ഒരു കള്ളക്കത്തുണ്ടാക്കി. ആ കള്ളക്കത്ത് ഒരടിമ കൊണ്ടുപോയി, അടിമയെ വഴിക്കൊന്ന് പിടിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു എഴുതിയ പോലത്തെ കത്ത്. സംഗതി ഉസ്മാൻ റളിയല്ലാഹു അല്ല, ഉസ്മാൻ റളിയല്ലാഹു അല്ല. അത് കൊണ്ടുവന്ന് ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചപ്പോ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ കത്ത് എഴുതിയിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകനെ കൊല്ലാനാ കത്ത്, ഞാൻ അങ്ങനെ കത്ത് എഴുതിയിട്ടില്ല, വല്ലാഹി എഴുതിയിട്ടില്ല. അപ്പൊ പിന്നെ ആരതാ കയ്യക്ഷരം? കയ്യക്ഷരം മറുവാന്റെ കയ്യക്ഷര. മറുവാന്റെ കയ്യക്ഷരം. മറുവാൻ എവിടെ? മറുവാൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട്ടിലുണ്ട്. എന്നാ മറുവാൻ കൈകാര്യം ചെയ്യട്ടെ. ഉസ്മാൻ റളിയല്ലാഹു സമ്മതിച്ചില്ല. എന്തേ? നിയമം കയ്യിലെടുക്കാൻ പിൽക്കാലത്തൊരു തെളിവായി പോകും. ഒരിക്കലും ഒരു രാഷ്ട്രത്തിൽ വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോ 3-4 ആൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടോ 4-5 ആൾ കൂടിയിട്ടോ നിയമം കയ്യിലെടുത്ത് നടപ്പാക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ തത്വം. തീവ്രവാദം ഇസ്ലാമിന് അന്യമാണ്. അതുകൊണ്ട് അത് പാടില്ല, ശറഈയായി പാടില്ല. അത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ പരിപാടി. സുന്നത്യമാത്താണ് അവർ, അതിന്റെ നേതാക്കന്മാരാണ് അവർ. ആ സുന്നത്യമാത്തിന്റെ നേതാക്കളിൽ അതിനൊരിക്കലും ഒരു മാതൃകയുണ്ടാകാൻ പാടില്ല. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല, മർവാനെ നിങ്ങൾക്ക് വിട്ടുതരൂല, നിങ്ങൾ നിയമം കയ്യിലെടുക്കാൻ വന്നതാണ്. മർവാൻ തെറ്റ് ചെയ്തോ
കോടതിയിൽ മർവാനെ ഹാജരാക്കും, തെളിവുകൾ വരുത്തും, പൂർണ്ണമായി പരിശോധിക്കും. കോടതി തെറ്റിനനുസരിച്ച് വിധി പ്രഖ്യാപിക്കും. അല്ലാതെ നിങ്ങൾ കുറച്ചാളുകൾ ഒരുമിച്ച് കൂടിയിട്ട് നിയമം കയ്യിലെടുക്കാൻ വന്നാൽ അനുവദിക്കൂല. എന്നാ ഉസ്മാനെ നിന്നെ തന്നെ കൊല്ലും. തീവ്രവാദികളുടെ സ്വഭാവം ഇങ്ങനെയാണല്ലോ, അവർക്കെതിരെ പറഞ്ഞാൽ അവരെ കൊല്ലൂലേ? എന്നാ ഉസ്മാനെ നിന്നെ തന്നെ കൊല്ലും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ക്ഷമിച്ചിരുന്നു. അവര് വീട് വളഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജമാഅത്തിന് പോകാൻ അനുവദിച്ചില്ല. ജമാഅത്തിന് പോകാൻ അനുവദിച്ചില്ല. പകല് നോമ്പാണ്, രാത്രി നിസ്കാരമാണ്, ഖുർആനോദലാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം രാവിലെ സുബഹിന്റെ സമയത്ത് വീട്ടിലേക്കതാ ഒരു ഭാഗത്തുകൂടി ഹസൻ റളിയല്ലാഹു അൻഹു ശ്രദ്ധയിൽപ്പെടാതെ ശത്രുക്കൾ എരച്ചു കയറി. അതിൽ തെറ്റിദ്ധരിച്ചു പോയ ഒരാളുമുണ്ട്. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ആ ആളുകൾ മൂന്നാളുകൾ കയറി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടി തെറ്റിദ്ധരിക്കപ്പെട്ട മഹാനായ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു പോയി പിടിച്ചു. ഈ തീവ്രവാദികളെ വലയിൽപ്പെട്ട് തെറ്റിദ്ധരിച്ചതാണ്. താടി പിടിച്ചപ്പോ അതാ അപ്പുറന്ന് ഭാര്യ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 മക്കളെ കല്യാണം കഴിച്ച സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്നത്തെ ഭാര്യ അവിടുന്ന് കരയുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കരയണ്ട പെണ്ണേ, ഞാൻ ഇന്നലെ രാത്രി അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ട്. റസൂലുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാനേ, നാളത്തെ നോമ്പ് തുറ നമ്മളെ കൂടെയാണ് കേട്ടോ. അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ എവിടെ എത്തണം? സുബ്ഹാനല്ലാഹ്. പക്ഷേ തെറ്റിദ്ധരിച്ചു പോയവരുടെ തെറ്റിദ്ധാരണ തിരുത്തൽ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് അതിനെന്താ വേണ്ടത്? അതിന് വേണ്ട പല പരിപാടികളുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മഹാന്മാരെ മദ്ഹ് പറയൽ. മഹാന്മാരെ മദ്ഹ് പറഞ്ഞാൽ റഹ്മത്തിറങ്ങും. ഇമാം നവവി ശറഹ് മുസ്ലിമിൽ അത് പറയുന്നുണ്ട്. അപ്പൊ മഹാന്മാരെ മദ്ഹ് പറഞ്ഞാൽ, മൗലിദോദിയാൽ, അതേ മാല ചൊല്ലിയാൽ റഹ്മത്തിറങ്ങും. അത് ചൊല്ലാതിരുന്നാലോ റഹ്മത്ത് ഉയർന്നു പോകും. അതല്ലേ മുസ്ലിമീങ്ങളെ റഹ്മത്തും ബർക്കത്തും ഒക്കെ മാല ചുരുങ്ങുന്നതിനനുസരിച്ച്, മൗലിദ് ചുരുങ്ങുന്നതിനനുസരിച്ച് കുറഞ്ഞു പോകുന്നില്ലേ? ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇവരുടെ മനസ്സിൽ റഹ്മത്തിറങ്ങാൻ വേണ്ടി എന്താ ചെയ്തത് എന്നറിയോ? മുൻഗാമിയായ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പറഞ്ഞു. മുഹമ്മദേ, നിന്റെ ബാപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങാനും നീ എന്റെ താടി പിടിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊരുത്തപ്പെടൂല കേട്ടോ. അവിടുന്ന് വലിയ മഹാനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞപ്പോഴേക്ക് മഹാനായ മുഹമ്മദ് ബിൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ അങ്ങ് നീങ്ങിപ്പോ. ഉടനെ തന്നെ താടി വിട്ടിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന്, എനിക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞ്, എനിക്ക് മാപ്പാക്കടേ, പൊരുത്തപ്പെടണേ, അബദ്ധം പറ്റിപ്പോയി. പൊരുത്തപ്പെടിച്ചു. പക്ഷേ തീവ്രവാദികൾക്ക് അത് പോരല്ലോ, ഇവിടെ കുഴപ്പം നടക്കണ്ടേ? അവരെന്ത് ചെയ്തു? അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തലക്കൊരൊറ്റ വെട്ടങ്ങ് കൊടുത്തു. ഖുർആനിലല്ലേ രക്തം തെറിച്ച് വീണത്? ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. അവർക്ക് അല്ലാഹു കൊടുത്തോളുമെന്നർത്ഥം വരുന്ന ആയത്തിലല്ലേ രക്തം തെറിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു പോയി. ഈ തീവ്രവാദികളുടെ പ്രവർത്തനത്തിന് അന്ന് തന്നെ, അഥവാ വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന സ്ഥലത്ത് കോടതിയിലേക്ക് പോകാതെ, നിയമപാലകന്മാരെ സമീപിക്കാതെ, അതേ തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ ഖുർആനിൽ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് ക്ഷണിക്കുന്നവരുടെ അതാ പ്രസംഗം കേട്ട് എഴുത്ത് കണ്ട് പെട്ടുപോകല്ലേ മുസ്ലിമീങ്ങളെ. സമുദായത്തിന് നാണക്കേടുണ്ടാക്കല്ലേ ചെറുപ്പക്കാരെ. ഖുർആൻ പറയാൻ ഈ മൗലവിമാർക്ക് അധികാരമില്ല, ഈ ക്ലാസ് എടുക്കുന്നവർക്ക് അധികാരമില്ല. ഇമാമിങ്ങളാണ് ഖുർആൻ പറയേണ്ടത്. അവർ ഖുർആൻ പറഞ്ഞതനുസരിച്ച്, ഖുർആനിന്റെ ആശയമനുസരിച്ച് അതാ
അതാ മുസ്ലിമീങ്ങൾ ജീവിച്ചപ്പോ അതാ ഞാൻ ആണത്തത്തോടെ വെല്ലുവിളിച്ചിട്ടുള്ളത്, അതാ മുജാഹിദ് വരുന്നതിന് മുമ്പ്, ജമാഅത്ത് ഇസ്ലാമി വരുന്നതിന് മുമ്പ്, പുത്തൻവാദി വരുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും, അതേ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു തീവ്രവാദി പ്രശ്നം മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടുന്ന സ്വഭാവമുണ്ടായിരുന്നോ? ഇല്ല, ഇല്ല. സർവനാശവും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മുസ്ലിമീങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ യഹൂദികൾ നടത്തുന്ന ശ്രമത്തിന് കൂട്ടുനിന്നു കൊടുത്തിട്ട് ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റും, അതുകൊണ്ട് ഇമാമിങ്ങളെ സ്വീകരിച്ചുകൂടാ എന്ന് പറയുന്ന മൗലവിമാരു മുഖേന തന്നെ സംശയം വേണ്ട. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ ഇമാമിങ്ങളെ സ്വീകരിക്കുക. അപ്പൊ എന്താ എനിക്ക് പിടിക്കാത്തത്? ഞാൻ പിരിവെടുക്കുന്നു, നിങ്ങൾ കേൾപ്പിച്ചുതരാം. എന്നെ പറ്റി പിരിവ് വീരനാണ് മൂപ്പര്. ഇവിടെ വരുന്ന മൗലവിക്ക് സ്വന്തം കയ്യാഞ്ഞിട്ട് മറ്റേ മൗലവി കൂടി കൊടുക്കുന്നുണ്ട്. നല്ല പിരിവാപ്പ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര പണമാണ് വാരിക്കൂട്ടുന്നത് ഓരോ സ്ഥാപനങ്ങളുടെ പേരിലും. മുസ്ലിയാക്കന്മാര് സാധാരണ ജനങ്ങളെ വയന്ന് പറഞ്ഞ് പല കറാമത്തും പറഞ്ഞിട്ട് പണം പിരിക്കാൻ. നമ്മളെ പിരിക്കൽ വിദഗ്ധൻ പേരോട് അല്ലെ സിറാജുൽ ഹുദ എന്ന അയാളുടെ സ്ഥാപനത്തിന്റെ കറാമത്ത് കഥകളെ കുറിച്ച് പുസ്തകങ്ങൾ ഇറക്കിയിട്ട് ആ ഗൈനക്കോളജിക്കൽ കറാമത്ത് പല കറാമത്തുമാണ് അവിടെ. കുട്ടിയില്ലാത്തവർക്ക് കുട്ടിയെ കിട്ടുന്നു, പിന്നെ പോയ ഭർത്താവ് തിരിച്ചു, ഓരോ കഥകളാണ്. ആ കഥകൾ പറഞ്ഞിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും പിരിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന സാലത്തൂർ അബൂബക്കർ വൈസി പറഞ്ഞ കാസർഗോഡ് ഭാഗത്തൊക്കെ പിരിച്ച് എവിടുന്ന് വെച്ച ചാക്കിലിട്ടിട്ട് കെട്ടിക്കൊണ്ടല്ല. ഇത് എത്ര ഉണ്ട് എന്ന് എണ്ണീറ്റ് ആ നാട്ടുകാർക്ക് ഒരു റെസീറ്റ് എങ്കിലും കൊടുക്കുക. എത്ര ഇവിടുന്ന് പിരിച്ചു, ആർക്കാ ചോദിക്കാൻ ധൈര്യം? എവിടുക്കാ കൊണ്ടുപോണത്? കണക്കിലുണ്ടോ? ആരാ ചോദിക്കണോ? എന്താ അതാണ് കൊടുക്കും. അല്ലെങ്കിൽ അവന് വേണ്ട മാതിരി അവനെ കൈകാര്യം ചെയ്യും. അതായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ധൈര്യം കിട്ടുമോ? അപ്പൊ സുഹൃത്തുക്കളെ, വമ്പിച്ച പിരിവ് വിദഗ്ധന്മാരാണ്. പേരോട് തന്നെ ഒരു സ്ഥലത്ത് നടത്തുന്ന പിരിവിന്റെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി. എന്തിനാണ് ഈ പൗരോഹിത്യം ഞങ്ങളെ എതിർക്കുന്നത്? ഈ വരുമാനമൊക്കെ ഞങ്ങളെ കൊണ്ട് നിന്നു പോകുമോ എന്ന് മുസ്ലിയാക്കന്മാർ ഭയപ്പെടുകയാണ്. അതാണ് പല്ലും നഖവും ഉപയോഗിച്ച് എല്ലാ ജിന്നിനെയും ശൈത്താനെയും മടവൂരിനെയും ഒക്കെ കൂട്ടുപിടിച്ച് ഞങ്ങളെ എതിർക്കാൻ വേണ്ടി വരുമ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ പിരിവിന്റെ രംഗങ്ങളൊന്ന് കണ്ടോളി. ഈ മൗലവിമാര് ഇതും കൊണ്ട് നടക്കുക. ഞാൻ പിരിവെടുക്കുന്നു, ഞാൻ പിരിവെടുത്ത കാണാനില്ലേ മൗലവിമാരെ? ഇല്ലേ? 32 കെട്ടിടങ്ങൾ, 25 സ്ഥാപനങ്ങൾ, 20 വർഷത്തിനിടയിൽ 8000-ഓളം കുട്ടികൾ സിറാജുൽ ഹുദയുടെ കീഴിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പഠിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ 20 ലക്ഷം രൂപ ചെലവിന് മാത്രം വേണ്ടി വരുന്നുണ്ട്. മുസ്ലിമീങ്ങൾ സഹായിക്കുന്നുണ്ട്, അമുസ്ലിമീങ്ങളും സഹകരിക്കുന്നുണ്ട്. കാരണം ഇത് തീവ്രവാദത്തിനല്ലെന്നവർക്കറിയാം, ഇത് ഭീകരവാദത്തിനല്ലെന്നവർക്കറിയാം. മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും അതിന്റെ ഫലം ലഭിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ 600-ഓളം സ്റ്റാഫുകളുണ്ട്. അതിൽ 100-300-ഓളം സ്റ്റാഫുകൾ അമുസ്ലിം സഹോദരന്മാരാണ്. കാരണം അവർ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാനല്ല, അല്ലെങ്കിൽ മദ്രസ പഠിപ്പിക്കാനല്ല, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മുസ്ലിം ആകണം എന്നില്ല, സയൻസ് പഠിപ്പിക്കാൻ മുസ്ലിം ആകണം എന്നില്ല. നമുക്ക് തീവ്രവാദമില്ല, വർഗീയതയില്ല. വർഗീയത അംഗീകരിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനെ വീട് വളഞ്ഞ് കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടും മദീനയിലേക്ക് പോകുമ്പോൾ വഴിയറിയുന്ന ഒരാളെ കൂലിക്ക് വിളിച്ചു, ശമ്പളത്തിന് വിളിച്ചു. ആരെയാ വിളിച്ചത്? ഒരു അമുസ്ലിം സഹോദരനെ. കാരണം അദ്ദേഹത്തിന് വഴി അറിയാം, അയാൾ അമുസ്ലിമാണെങ്കിലും വിശ്വസ്തരാണ്, അതുകൊണ്ട് അയാളെ വിളിച്ചു. അങ്ങനെയല്ലേ ചരിത്രം? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ ഒരിക്കലും തീവ്രവാദികളായിക്കൂടാ, ഭീകരവാദികളായിക്കൂടാ. ഞങ്ങൾക്കതിൽ നിർബന്ധമുണ്ട്. അത് ഞങ്ങളുടെ സ്ഥാപനമുണ്ടെങ്കിലേ നടക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ശൈലി കടുത്ത തീവ്രവാദം റസൂലുള്ളാഹിന്റെ പേരിൽ വെച്ച് കെട്ടുന്ന ജാറം പൊളിച്ചു എന്ന് പറയുന്ന ശൈലിയാണ് നിങ്ങളുടേത്. ഇതൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ശൈലിയല്ല. എന്നിട്ട് മൗലവി ഇവിടെ ഒന്ന് കരയാണ്. ഒറ്റ കേസുമില്ല, കേസേ ഉള്ളൂ, കേസ് മാത്രമേ ഉള്ളൂ. കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാൽ ഈ മൗലവിമാരെ പാളെ ഞാൻ റെസീറ്റ് കൊടുത്തില്ല. ഞാൻ വയല് കഴിഞ്ഞിട്ട് 1 മണി 2 മണിക്കൊക്കെ എന്റെ വയല് കഴിയും. അപ്പോഴേക്ക് ആൾക്കാർ ഇങ്ങനെ വന്ന് പൈസ കൊണ്ടെത്തരും. ശരിയാണ്, അങ്ങനെ വരാതെ അൽഹംദുലില്ലാഹ് 7 ലക്ഷം ഉറുപ്പ തന്നെ ഞാൻ കുറ്റിയാടുന്ന് പറിക്കുന്നതാ. ആൾക്കാർ നേർച്ച തരുന്ന തന്നെയല്ലേ, അതിന് റെസീറ്റ് മുറിക്കുന്നുണ്ടോ? അത് ഇയാൾക്കാ റെസീറ്റ് കൊടുക്കേണ്ടത്? റെസീറ്റ് മുറിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ലേ? നമ്മുടെ സ്ഥാപനത്തിന് FCR രജിസ്റ്റർ ഉണ്ട്.
അതിന് ATG കിട്ടിയിട്ടുണ്ട്, ഇൻകം ടാക്സിൽ രജിസ്റ്റർ ഉണ്ട്, എല്ലാ സർക്കാരിന്റെ എല്ലാ വകുപ്പിലും രജിസ്റ്റർ ഉണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ഇപ്പൊ അടുത്ത് 8 കൊല്ലത്തെ റസീറ്റിന്റെ കൗണ്ടർ ഫയൽ ഹാജരാക്കണമെന്ന് ഹാജരാക്കി കൊടുത്തു. ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾക്ക് ഒളിച്ചുകളി, നിങ്ങളെപ്പോലത്തെ പരിപാടി ഉണ്ട്, ഞങ്ങൾക്ക് കള്ളത്തോക്കുണ്ടാക്കുന്ന പരിപാടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു തുറന്ന പുസ്തകമാ, ഞങ്ങളുടെ സ്ഥാപനം അൽഹംദുലില്ലാഹ് ഭംഗിയായി ഞങ്ങൾ നടത്തുന്നുണ്ട്. ഞാനിത് പഠിച്ചത് എന്റെ ഗുരുവര്യരായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദ് അവറുകളിൽ നിന്നാണ്. ഞങ്ങൾ ആലിമീങ്ങൾ MA ഉസ്താദ് ജാമിയ സഅദിയ പ്രായമുള്ള സമയത്തും നടത്തുന്നു, ഹംസ ഉസ്താദ് അപ്പുറത്ത് മഖർ നടത്തുന്നു, അപ്പുറത്ത് ഖലീൽ തങ്ങൾ മൈദീൻ നടത്തുന്നു, എന്റെ സ്നേഹിതൻ കുറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിബി മജ്മഅ നടത്തുന്നു, അപ്പുറത്ത് സുലൈമാൻ സഖാഫി വേറൊരു മജ്മഅ വെട്ടിച്ചിറയിൽ നടത്തുന്നു. ഇപ്പുറത്തതാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ അടുത്ത ദിവസം സമ്മേളനമുണ്ട്, ജാമിയ സഅദിയുടെ സമ്മേളനം വരുന്ന 10-ാം തീയതിയുണ്ട്. അതിനപ്പുറത്തതാ ശേഷം 14 മുതൽക്ക് അപ്പുറത്ത് ദാറുൽ ഫലാഹിന്റെ സമ്മേളനം വയനാട്ടിലുണ്ട്. അത് കഴിയുമ്പോഴതാ നമ്മുടെ ഹുദയുടെ സമ്മേളനം വരുന്ന 29, 30, 31 തീയതികളിൽ വളരെ ഗംഭീരമായുണ്ട്. എന്നല്ല 21 മുതൽ സമ്മേളനമാണ്. 21-ന് പെരിങ്ങത്തൂരിൽ നിന്ന് ധാരാളം വാഹനങ്ങളുടെ അകമ്പടിയോടെ മഹാനായ അരിയുൽ കൂഫി തങ്ങളെ ഖബറും സിയാറത്ത് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും ഉച്ചക്ക്. അങ്ങനെ പുറപ്പെട്ട് നേരെ കുറ്റ്യാടിയിലേക്ക് വരും. അതിനിടയിൽ രാവിലെ ഇൻഷാ അല്ലാഹ് ജിഫിരി തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യും, അബേൽ തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യും, വടക്കൻ മുഹമ്മദ് തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യും, CM വലിയുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യും. അതൊക്കെ ഞങ്ങൾ അവിടെ പോയി നടത്തും. എല്ലാ ജനങ്ങളും സിയാറത്തിന് പെരിങ്ങത്തൂരിലെത്തണം എന്നത് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് സിയാറത്ത് കഴിഞ്ഞ് 21-ാം തീയതി നമ്മുടെ പതാക ഉയർത്തും. അന്ന് ഇൻഷാ അല്ലാഹ് കുറ്റ്യാടിയിൽ പ്രസംഗം തുടങ്ങും. ഈ വർഷം 7 ദിവസത്തെ പ്രസംഗം നാദാപുരത്ത് നടത്തുന്നത് ഇപ്പോൾ നടത്തുന്നില്ല. ഇപ്പോൾ 7 ദിവസം ഇൻഷാ അല്ലാഹ് കുറ്റ്യാടിയിലാണ് പ്രസംഗം നടത്തുന്നത്. നിങ്ങളൊക്കെ 7 ദിവസത്തെ വയലിൽ വരണം. ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ സംസാരിക്കും, പിന്നീട് ഷാഫി സഖാഫി സംസാരിക്കും, അതുപോലെ നമ്മുടെ നഈമി ഫാറൂഖ് നഈമി സംസാരിക്കും. അവസാനത്തെ ദിവസം വീണ്ടും ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ സംസാരിക്കാൻ ശ്രമിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനിടയിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനം ഉദ്ഘാടനത്തിന് മന്ത്രിമാർ വരുന്നുണ്ട്, നേതാക്കന്മാർ വരുന്നുണ്ട്, പലരും വന്ന് എല്ലാ പരിപാടിയിലും. 29-ന്റെ അന്ന് വലിയ ദിക്ർ ഹൽഖയുണ്ട്, 28-ന്റെ അന്ന് സൗഹൃദ സമ്മേളനമുണ്ട്, അതിന് മിനിസ്റ്റർമാരും പലരും പങ്കെടുക്കുന്നുണ്ട്. 29-ന് നമ്മുടെ ദിക്ർ ഹൽഖയുണ്ട്, 30-ന് മുഴുവനും പരിപാടിയാണ്. അത് 31-ാം തീയതി സമാപനത്തിൽ അതാ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. നിങ്ങൾ എല്ലാവരെയും അതിന് ക്ഷണിക്കുകയും കൂടി ചെയ്യുന്നു. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പിരിവെടുത്തിട്ട് റെസീറ്റ് കൊടുക്കേണ്ടത് ഈ മൗലവിക്കാണോ? മൗലവിന്റെ കഥ ഒന്ന് വെച്ചു കൊടുത്താവാനെ, അവരെ സംഘടനപ്പെട്ടവരെന്നെ പറയട്ടെ, പിരിവെടുത്തിട്ട് എങ്ങനെയുണ്ട്. എന്നിട്ടിപ്പോ അവസാനം ഈ മനുഷ്യനെ ഭയങ്കരമായി ചൂടായിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട് മുബാഹ നടത്താൻ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ തമ്മിൽ മുബാഹ വെല്ലുവിളിക്കാറില്ല. നമ്മൾ നടത്തിയിട്ടുള്ളത് ഖാദിയാനികളെയൊക്കെയാണ്, ക്രിസ്ത്യാനികളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ മുബാഹയ്ക്ക് വെല്ലുവിളിക്കാറില്ല. അപ്പം നമ്മളത് സ്വീകരിക്കുകയാണ്. ഒരു മുസ്ലിം അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു അമുസ്ലിമും ഒരു മുസ്ലിമും ആണ് നടത്തേണ്ടത്. ഞങ്ങൾ മുസ്ലിങ്ങളാണ് ജക്കരിയാന്റെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ മുബാഹ നടക്കുന്നില്ല. എന്നാൽ ഈ മുബാഹലക്കുള്ള വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് ഈ മുബാഹലക്കുള്ള വെല്ലുവിളി ഒന്നും കേട്ടോളി. ഞാൻ മുബാഹലക്ക് വെല്ലുവിളിക്കുന്നു. മുബാഹല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലാണ് നടത്തല്. ക്രിസ്ത്യാനികളെ നബി വെല്ലുവിളിച്ചിട്ടുള്ളൂ, ഖാദിയാനികളുമായിട്ടേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. പക്ഷെ ആ നിലവാരത്തിലേക്ക് ഒരു തരം താഴ്ന്നത് കൊണ്ട് ഞാൻ പറയാണ്, ഈ വിഷയത്തിൽ ഞാൻ ഷേഖിന്റെ അടുത്തുനിന്ന് പൈസ KNM-ന്റെ ദഅവത്ത് ഫണ്ടിന് വേണ്ടി വാങ്ങി ദുരുപയോഗം ചെയ്തു എന്ന് നിങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഏത് ആവശ്യത്തിന് വാങ്ങിയോ ആ ആവശ്യത്തിനെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ കൊണ്ട് അസൽമിന് ബോധ്യമുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ മുബാഹലക്ക് തയ്യാറുണ്ടോ? ഈ പറഞ്ഞവർ വരട്ടെ, മൻസൂർ അലി ചമ്മാടും അവന്റെ വാലാട്ടികളും ഒക്കെ വരട്ടെ, അവരെ ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടിയിട്ട് വരട്ടെ. പരസ്യമായ സ്റ്റേജിൽ വെച്ച് ഒരു ശാപപ്രാർത്ഥന നടത്താൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കാണ് കുവൈത്തിലെ മടവൂരി വാലാട്ടികൾ മുഴുവനും. ആ വെല്ലുവിളി വളരെ ആത്മാർത്ഥതയോടെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലാണ് മുബാഹ നടത്തുക, നമ്മൾ മുസ്ലിങ്ങളാണ്. അത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാം. ഇയാളും വരട്ടെ, ഭാര്യമാര് എന്നുള്ള ബഹുവചനം കുറെ കൂടി ഫിറ്റ് ആവുക അവിടെയാണ്. ഭാര്യമാരെയും കുട്ടികളെയും കൊണ്ട് വരട്ടെ. അപ്പൊ അങ്ങനെ നമുക്ക് കുടുംബങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരും വെച്ചിട്ട് മുബാഹ നടത്താം. ദഅവാ ഫണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത്, KNM-ന് അവകാശപ്പെട്ട ഫണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് സ്വന്തമാക്കി സ്വന്തം പേരിൽ നടത്താൻ അദ്ദേഹത്തിന് അവകാശമില്ല. ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യം, അദ്ദേഹം അത് പണിത ഭൂമിന്റെ കാര്യം അറിയേണ്ടതുണ്ട്. അയാളുടെ ബുദ്ധിന്റെ ഒരു ആഴം
ഇക്കാര്യത്തിലൊക്കെ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ദീനിന്റെ കാര്യത്തിലാണല്ലോ. അവനന്റെ കീസിന്റെ കാര്യത്തിൽ ബുദ്ധി എങ്ങനെ ഉപയോഗിക്കാനോ? ഈ അറബി പൈസ കൊടുത്തത് അയാൾ ഈ കത്തിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ഭൂമിക്കും കെട്ടിടത്തിനുമുള്ള പണം അറബി തന്നു എന്നാണ്. ഈ ഭൂമി ഇയാൾ എന്ത് ചെയ്തു അറിയോ? സ്വന്തം ഭൂമി, സ്വന്തം വീട് നിൽക്കുന്ന ഭൂമിയിൽ ഒരു കഷ്ണം അയാൾ തന്നെ വിലക്കെട്ടി. എന്നിട്ട് അത് വിറ്റു. ആർക്ക്? സക്കറിയ സലാഹി, ഡോക്ടർ സക്കറിയ സലാഹിക്ക് വിറ്റു. എന്നിട്ട് അതില് ഡോക്ടർ സക്കറിയ സലാഹി ഡയറക്ടർ ആയിട്ടുള്ള ഈ ലൈബ്രറി പണിതു. അപ്പൊ എന്തായി? ഇതിൽ നിന്നുള്ള ബാക്കി ഫണ്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ പറയാം. ഇതിന്ന് ഇങ്ങനെ തന്നെ ഒരു ഫണ്ട് മൂപ്പര് സ്വന്താക്കി. ഭൂമിക്കുള്ള സ്ഥലം ഇത് ക്യാഷ് അറബി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും കൂടി ആ ക്യാഷ് പറ്റിയ ഒരു മനുഷ്യൻ പിന്നെ ഈ ഫണ്ടൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടാവും നമുക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. എന്നിട്ട് മുബാഹലക്ക് വെല്ലുവിളി. ഇയാൾ തന്നെ പറയുമ്പോ ഈ കേൾക്കുന്ന ആൾക്കാർ മുബാഹലക്ക് വിളിച്ചല്ലോ, ഇനിയിപ്പോ ഓക്കെ ഒരു സത്യസന്ധനാണ് എന്ന് ആ മുബാഹലത ആത്മാർത്ഥതയോടുകൂടി മുജാഹിദ് പ്രവർത്തകർ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം ഒരു നിബന്ധന കൂടി നമ്മൾ വെക്കുകയാണ്, ഈ മുബാഹലയിൽ മറ്റു പല വിഷയങ്ങൾ കൂടി ചേർക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന്റെ ആ ആദ്യഘട്ടം തൊട്ട് ഈ നാൾ വരെ ഈ സക്കരിയ സലാഹി കേരളത്തിലെ മുജാഹിദ് നേതാക്കളെ CP ഉമർ സുല്ലമി, അബ്ദുസലാം സുല്ലമി, അതുപോലെ ഹുസൈൻ മടവൂർ, KK മുഹമ്മദ് സുല്ലമി തുടങ്ങിയ നേതാക്കൾക്കെതിരെ എല്ലാം തന്നെ ഉന്നയിച്ചിട്ടുള്ള എല്ലാവിധ ആരോപണങ്ങളും സംഘടനയുടെ പ്രവർത്തകർക്കെതിരെ, സംഘടനാ ഘടകങ്ങൾക്കെതിരെ, സംഘടനയുടെ ഓരോ ശാഖകൾക്കെതിരെ, മേഖലകൾക്കെതിരെ എല്ലാ നിലക്കും സക്കരിയ സലാഹി ഇക്കാലം അത്രയും ഉന്നയിച്ചിട്ടുള്ള എല്ലാവിധ വാദങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുബാഹല നമുക്ക് നടത്താവുന്നതാണ്. അതിനുവേണ്ടിയുള്ള വേദി ഒരുക്കാവുന്നതാണ്. മുസ്ലിങ്ങളായ ഞങ്ങൾ അതിന് തയ്യാറാണ്. എല്ലാവിധ മുജാഹിദ്, നിങ്ങൾ ക്ഷണിക്കുന്ന മുജാഹിദുകളൊക്കെ വരാം. ഈ പറഞ്ഞ പോലെ കുടുംബസമേതം വരാം. വെറ്റെ അവരും വന്നിട്ട് ഇത് ദഅവ ഫണ്ടാണ്, ദഅവത്തിനുള്ള ഫണ്ടാണ്, KNM-ന്റെ ഫണ്ടാണ്, KNM-ന് അവകാശപ്പെട്ടതാണ്, സക്കരിയ സലാഹിക്ക് അവകാശപ്പെട്ടതല്ല. അത് എന്ത് പറഞ്ഞ പോലും ദീനിന്റെ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അത് സക്കരിയ സലാഹിക്ക് അർഹതപ്പെട്ട സ്വത്തല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മുബാഹലക്കുള്ള സ്ഥലം ഞാൻ അനുവദിച്ചു തരാം. 2 മുജാഹിദ് വെക്കൂ, അത് നാളെ വരുന്ന നടക്കട്ട മുബാഹല, സ്ഥലമില്ലായിട്ട് നടത്താതിരിക്കണ്ട. ഭാര്യമാരെയും കൂട്ടി വരണമെന്ന് തന്നെ വളരെ ഫിറ്റാണെന്ന് അറിഞ്ഞേ. അതെ, ഇരിക്കട്ടെ. അപ്പോ എന്നിട്ട് ഇയാള് എന്നോട് റെസീറ്റ് കൊടുക്കുന്നില്ല. ഞാൻ റെസീറ്റ് കൊടുക്കേണ്ടത്? നല്ല കോളായി. സഹോദരന്മാര്, ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ ദീൻ കുട്ടിക്കളിക്കുള്ളതല്ല, നിങ്ങളെ തട്ടിപ്പിനുള്ളതല്ല, വെട്ടിപ്പിനുള്ളതല്ല. അള്ളാഹുവിന്റെ ദീൻ മഹാന്മാരായ ഇമാമിങ്ങൾ അത് വേണ്ടതുപോലെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഇമാമിങ്ങളെ സ്വീകരിക്കുന്നതിനാണ് സാധാരണ നിലക്ക് നമ്മൾ തഖ്ലീദ് എന്ന് പറയുന്നത്, 4 മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുക എന്ന് പറയുന്നത്. ഓ മുസ്ലിമീങ്ങളെ, ഇമാമിങ്ങൾക്ക് 4 പ്രമാണമാണെന്ന് ഞാൻ ഖുർആൻ ഉദ്ധരിച്ച് പറഞ്ഞില്ലേ? ഇത് കൊന്നാൽ നമ്മളെ മൗലവി പറയുന്നു മൂപ്പർക്ക് പുത്തൻ വാദമില്ല എന്നാ പറയുന്നു. എന്താ വാദം എന്നറിയോ? പുത്തൻ വാദമല്ലെങ്കിൽ പൂ എന്നതിന് പകരം പി എന്നാക്കേണ്ടി വരും. പൂ എന്നതിന് പകരം പി എന്നാക്കേണ്ടി വരും. അങ്ങനെ ആക്കുന്നതാണ് സംഭവത്തിലുള്ളത്. അതെന്താ കാരണം? ഞാൻ നിങ്ങൾക്ക് കൽപ്പിക്കാം. മൂപ്പര് ഇവിടുന്ന് പറയുന്നു, ഉസ്താദുമാര് പറഞ്ഞാൽ പ്രമാണമല്ല. ഉസ്താദുമാര് പറഞ്ഞാൽ പ്രമാണമല്ല. പിന്നെ എങ്ങനെ ഇവിടെ ശിഷ്യന്മാരാ പറയേണ്ടത്? ശിഷ്യന്മാർ അങ്ങോട്ടാ മൗലവി പറഞ്ഞു കൊടുക്കേണ്ടത്. ഉസ്താദ് പറഞ്ഞാൽ പ്രമാണമല്ല പോൽ. എന്റെ ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പ്രമാണമാകില്ല കേട്ടോ. ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞു പറഞ്ഞാൽ പ്രമാണമല്ല കേട്ടോ. കാരണം ഫത്ഹുൽ മുഈൻ ഒരുപാട് സ്ഥലത്ത് ഖാല ശൈഖുനാ, എന്റെ ഉസ്താദ് പറഞ്ഞു എന്ന് പറയാറുണ്ട്. ഖാല ശൈഖു മശായിഖിനാ, നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞു എന്ന് പറയാറുണ്ട്. ഈ ഫത്ഹുൽ മുഈനെ ചോദ്യം ചെയ്യാണ് ഹുസൈൻ സലഫി. ഉസ്താദ് പറഞ്ഞു എന്നാ പ്രമാണമല്ല, ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞു എന്നാ പ്രമാണമല്ല. എന്നാ ഹുസൈൻ സലഫി, വിനയത്തോടെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശക്തിയോടെ വെല്ലുവിളിക്കട്ടെ. നിങ്ങളെ മദ്രസയിൽ കുട്ടികൾ വന്നു, നിങ്ങളെ കോളേജിൽ കുട്ടികൾ വന്നു. ഉസ്താദ് പറഞ്ഞു നിസ്കാരത്തിന് 14 ഫർളുണ്ട് എന്ന്. ഉസ്താദ് പറഞ്ഞാൽ തെളിവാവില്ല, ഉസ്താദ് പറഞ്ഞാ പ്രമാണാവില്ല. വേറെ ആർക്കും പറയട്ടെ, എന്നാ പിന്നെ എന്താ ചെയ്യാ? എന്നാ പിന്നെ അവിടുത്തെ പ്യൂണിനെ വിളിക്കാം, മുജാഹിദിന്റെ കോളേജിലെ പ്യൂണിനെ വിളിക്കാം.
പ്യൂണിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. കാരണം ഉസ്താദ് പറഞ്ഞാൽ തെളിവാവൂലല്ലോ. ഓ മൗലവിമാരെ, ഉസ്താദ് പറഞ്ഞാൽ തെളിവല്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞതാ തെളിവ്? ഉസ്താദ് യോഗ്യനായിരിക്കണം, വഞ്ചകനാകരുത്, കള്ളനാകരുത്, തോന്നിവാസിയാകരുത്. അങ്ങനത്തെ ഉസ്താദുമാരെ നിങ്ങൾക്ക് വിട്ടുപോയെങ്കിൽ അതിന് ഉത്തരവാദി ഞങ്ങളല്ല. കേട്ടിട്ടില്ലേ സക്കരിയാസലായി പറയുന്നത്? മൂപ്പര ഉസ്താദ് അതാ അബ്ദുസ്സലാം സുല്ലമി, മൂപ്പരെ പഠിപ്പിച്ചു പോലൊരു വിഡിത്തം, സിഹിർ വലിക്കൂരാൻ മൂപ്പരത് പ്രസംഗിച്ചു നടന്നുപോൽ. കുറേ ദിവസം കഴിഞ്ഞപ്പോ മൗലവിക്ക് മനസ്സിലായി പോൽ എന്ത് ഉസ്താദ് പറഞ്ഞ് പൊട്ടത്തരാണ്. അത് വെച്ചു കൊടുത്തവനെ. അപ്പൊ എന്റെ 2 ഓഡിയോ CD വെക്കുന്നുണ്ട്. ഓഡിയോ കാസ്റ്റോള് CD കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്. ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ അദ്ദേഹത്തിന്റെ സ്വാധീനത്താലുണ്ടായ ചില ആശയങ്ങൾ, സിഹിർ വലിക്കൂല, സിഹിർ വലിക്കുന്ന വിചാരിച്ച കലാഖദറിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം ഇമാമിങ്ങളെ വിട്ടിട്ട് പൊട്ടത്തരം കിട്ടിയല്ലേ? ഇമാമിങ്ങളെ വിട്ടിട്ട് പൊട്ടത്തരം കിട്ടി ഇല്ലേ? ആ മൂപ്പര് പറയുന്നത് എനിക്കല്ല പുറത്തു തരട്ടെ, മൂപ്പര് പേർപ്പിച്ചോലെന്തോ ആയിക്കോട്ടേന്നാ. അത് വെച്ചോട്ടാ. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളും ഒക്കെ മുമ്പ് പറയും, ഈ സലാസുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സിഹിർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. നല്ല ഉഷാറായി. മൂപ്പര ഉസ്താദ് ഇങ്ങനെ പഠിപ്പിച്ച് കെണിപ്പെട്ടു പോയി പോലും. ഇതുകൊണ്ടാ മൗലവിമാരെ നിങ്ങളോട് പറഞ്ഞത്, ഖുർആനും ഹദീസും അറിയാത്ത ആളുകളെ, അതാ പൊട്ടന്മാരെ, അതുപോലെ തന്നെ അള്ളാന്റെ ദീനിൽ വഞ്ചന നടത്തുന്നവരെ ഉസ്താദായി സ്വീകരിക്കരുത്. ഉസ്താദായി സ്വീകരിക്കുമ്പോ കൊള്ളാവുന്ന വ്യക്തികളെ മാത്രമേ ഉസ്താദായി സ്വീകരിക്കാവൂ. ഇബ്നു ഹജർ തങ്ങൾ മഹാനാണ്, കൊള്ളാവുന്ന പണ്ഡിതനാണ്. അതാ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഖാല ശൈഖുന എന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കൊള്ളാവുന്ന ഉസ്താദുമാര് മാത്രമേ ഉള്ളൂ. അത് പഠിപ്പിക്കാനാണ് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ മുതൽക്ക് അല്ലാഹുവിന്റെ റസൂൽ വരെയുള്ള സർവ്വ ഉസ്താദുമാരെയും പരമ്പര വായിച്ച് കൽപ്പിച്ചത് കേട്ടോ. നിങ്ങളെപ്പോലെ ആത്തർച്ചി എടുക്കൂന്ന് പറഞ്ഞി വന്നിട്ടില്ല നമുക്ക്. ഉസ്താദിന്റെ ആത്തർച്ചി എടുക്കൂന്ന് പറഞ്ഞില്ലേ, അത് പറയേണ്ടി വരൂല നമുക്ക്. നമ്മൾ ഉസ്താദിനെ തെരഞ്ഞെടുക്കുമ്പോ നോക്കിയിട്ടാ തെരഞ്ഞെടുക്കൽ. ഏതെങ്കിലും വഞ്ചകന്മാരെ, ഇമാമിങ്ങളെ തള്ളുന്ന വഞ്ചകന്മാരെ ഞങ്ങൾ ഉസ്താദായി തെരഞ്ഞെടുത്തിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാന് നൗഷാദ് സഖാഫിന്റെ കട എടുത്തിട്ട് പറയാ, തിരിച്ചും കട എടുക്കാലോ. മൂപ്പരടുത്തൊരു പ്രസംഗം നടത്തി. അപ്പൊ ഈ സെലഫിന്റെ പ്രസംഗം ഉണ്ടല്ലോ, എന്ത് ഉസ്താദുമാര് പറയുന്നത് സ്വീകരിച്ചുവിടാറ്. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു, ഇവിടെ ശാന്തിനഗറിൽ പ്രസംഗിക്കുമ്പോ മൂപ്പര് ഒരു കഥ പറഞ്ഞു. ഒരു മുജാഹിദ് മദ്രസ, ആ മദ്രസയിൽ ഒരു കുട്ടി വന്ന് ഉസ്താദ് എന്ത് ചെയ്തു അറിയോ, ബോർഡ് മേലെ എഴുതി കൊടുത്ത് അലിഫ് അലിഫ്. കുട്ടി പറഞ്ഞു ഉലിഫ് ഉലിഫ്. അപ്പൊ അല്ലടാ അലിഫ് വായിക്കടാ, ഉലിഫ് അലിഫ് വായിക്കടാ, ഉലിഫ്. എന്ത്? ഞാൻ ഹുസൈൻ സലഫിന്റെ പ്രസംഗം കേട്ട് ഉസ്താദുമാർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ അലിഫ് വായിക്കുമ്പോൾ ഞാൻ ഉലിഫ് വായിക്കും. ശരിയല്ലേ ആ പറഞ്ഞത്? ഈ രൂപത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളത് പുത്തൻവാദമല്ല, പിത്തൻവാദമാണ് കേട്ടോ. പറഞ്ഞത് മാനസികമായി അസ്വസ്ഥതയുള്ളവന്റെ വാക്കാണ്. ഉസ്താദുമാരെ തള്ളണത് പിന്നെ ആരെയാ സ്വീകരിക്കുക? ഉസ്താദുമാരെ തള്ളണം പോലും. ഇനി മുസ്ലിമീങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വാദം അങ്ങേയറ്റത്തെ അബദ്ധമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ എന്താണ് മുസ്ലിമീങ്ങൾ പറയുന്ന തഖ്ലീദ് എന്ന് വിവരിക്കുന്നു. അത്തഖ്ലീദു ഹുവ ഇത്തിബാഉർ റജുലിൽ ജാഹിലിൽ ആലിമ ലിഇൽമിഹി വബറഇഹി. ഇമാം സമർഖന്ദി റളിയല്ലാഹു അൻഹു ഹിജ്റ 539 വഫാത്തായ പണ്ഡിതനാണ്. അവിടുത്തെ മീസാനുൽ ഉസൂൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, എന്താണ് മുസ്ലിമീങ്ങൾ പറയുന്ന തഖ്ലീദ്? അത്തഖ്ലീദു, തഖ്ലീദ് എന്ന് പറയുന്നത് അന്ധമായ അനുകരണമല്ല. അന്ധമായ അനുകരണം എന്ന അർത്ഥത്തിലും തഖ്ലീദ് എന്ന് വാചകത്തിൽ പറയാം.
അത് വേറെ ഒന്നാണ്. സലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്നതിനർത്ഥമുണ്ട്, സലാത്ത് എന്നതിന് പ്രാർത്ഥന എന്നർത്ഥമുണ്ട്. സല്ലൂ ഹംസക്കും തന്നെ പ്രാർത്ഥന എന്നല്ല അവിടുത്തെ അർത്ഥം. ഇതുപോലെ മുഅ്മിനീങ്ങളെ നമ്മൾ പറയുന്ന തഖ്ലീദ്, അത്തഖ്ലീദു ഹുവ ഇത്തിബാഉർ റജുലിൽ ജാഹിലിൽ ആലിമ, വിവരമുള്ള പണ്ഡിതനെ അദ്ദേഹത്തിന്റെ വിവരത്തെ അടിസ്ഥാനമാക്കി, അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തെ പിന്തുടരുന്നതിനാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ വിവരമുള്ള പണ്ഡിതനാണ്. അതുകൊണ്ട് പിൻഗാമികൾ മഹാനവറുകളെ പിന്തുടർന്നു. ഇതാണ് ശരിയായ തഖ്ലീദ്. ഇനി ഞാൻ പറയട്ടെ, അല്ല അങ്ങനെ പറ്റൂല. നമ്മളെ മൗലവി ഇവിടുന്ന് പറയാൻ എന്താ വേണ്ടത്? മൗലവി പറയാണ്, തെറ്റുപറ്റാത്ത ആള് നബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോ ഇമാമിങ്ങളും പറഞ്ഞതൊന്ന് പരിശോധിച്ച് നോക്കണം. തെറ്റുപറ്റിയിട്ടുണ്ടോ? തെറ്റുപറ്റിയിട്ടുണ്ടെ തളികൾ, ഇല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അപ്പൊ ഇയാൾ ആരാണോ? ഇമാമിനേക്കാൾ വലിയ ഇമാമാണോ? അവർക്ക് തെറ്റുപറ്റിയോന്ന് ഇയാൾ പരിശോധിക്കാം. എങ്ങനെ? മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കാര്യമായ പ്രൊഫസർക്ക് ഒരു രോഗി കൊണ്ടുപോയിട്ട് രോഗം കാണിച്ചു. അയാളൊട്ടാകെ എല്ലാ പരിശോധനയും നടത്തി സ്കാൻ ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ട് മരുന്ന് എഴുതി കൊടുത്തു. ഇയാൾ ഇറങ്ങി വരുമ്പോൾ മുജാഹിദ് മൗലവിനെ കണ്ടു. നമ്മൾ ഹുസൈൻ സെൽഫി ആയിരിക്കും. എവിടുന്നാ വരുന്നത്? ഞാൻ മെഡിക്കൽ കോളേജിൽ. എന്താ പോയ? സുഖമില്ലാച്ചു. എന്തിന്? എന്റെ രോഗം എന്താണ്, മരുന്നെന്താണെന്ന് ചോദിച്ചു കിട്ടാൻ വേണ്ടി. എന്നിട്ടോ ഡോക്ടർ മരുന്ന് തന്നു, എഴുതി തന്നു, എന്റെ രോഗം നിർണ്ണയിച്ചു, മരുന്ന് എഴുതി തന്നു. ആ ലിസ്റ്റ്. ഇത് അയാൾ നബിയല്ലല്ലോ. അല്ല, തെറ്റുപറ്റാൻ സാധ്യതയില്ലേ? ഉണ്ട്. അപ്പൊ അത് അയാൾ എഴുതിയത് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കാം. എങ്ങനെ പരിശോധിക്കാം? ഒരു കാര്യം ചെയ്യാം, അത് നമുക്ക് പരിശോധിക്കാൻ ആ മരുന്ന് കുറച്ച് ഞാൻ കുടിച്ചു നോക്കട്ടെ, ഇങ്ങനെയാണോ പരിശോധിക്കാൻ? ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റിയോന്ന് നമ്മൾ പരിശോധിക്കേ? അതെങ്ങനെ? എഞ്ചിനീയർക്ക് തെറ്റുപറ്റിയോന്ന് ഇവിടുന്ന് വീടെടുപ്പിക്കുന്ന സാധാരണക്കാരൻ പരിശോധിക്കേ? കാര്യം പറയുമ്പോ കുറച്ചെങ്കിലും അല്പെങ്കിലും ചിന്ത വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇമാമിങ്ങളെ പരിശോധിക്കാൻ നിങ്ങളോ? ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, തോന്നിയ പോലെ പറയുന്നവരാണ് മുജാഹിദുകൾ. നമ്മൾ പറഞ്ഞാളേന്നു നമ്മളോട് കംപ്ലൈന്റ് അന്ന് ലഭിച്ചിട്ടവനെ. മുജാഹിദുകളെ സംബന്ധിച്ച് പറയാറുള്ളത്, അവർ തോന്നിയതുപോലെ പറയുന്നു, അവർക്ക് പാരമ്പര്യമില്ല. കേട്ടോളെ, തെറ്റുപറ്റാത്തത് നബിക്ക് മാത്രം. അതുകൊണ്ട് പരിശോധിച്ചിട്ട് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഇസ്ലാമിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കിൽ നിന്നല്ല. ആരെന്തു പറഞ്ഞാലും ഖുർആനുമായി യോജിക്കുന്നുവോ ഹദീസുമായി യോജിക്കുന്നുവോ ആര് പറഞ്ഞാലും സ്വീകരിക്കും. എതിരായിട്ട് ആരിൽ നിന്നെങ്കിലും റിപ്പോർട്ടുകൾ വന്നാലോ അതാരായിരുന്നാലും തള്ളിക്കളയുന്നതാണ്. കാരണം തെറ്റുപറ്റാത്ത വ്യക്തിത്വമായി ലോകത്ത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. തെറ്റുപറ്റാത്ത നബി മാത്രമാണ്. അവിടെ ഏതാള് പറഞ്ഞാലും നമ്മൾ പരിശോധിച്ചോണം. ഖുർആനോട് യോജിക്കുന്നുണ്ടോ ഹദീസിനോട് യോജിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇനി ചോദിക്കട്ടെ, നാദാപുരത്തും പരിസരങ്ങളിലും സലഫിയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളെ, ഈ മൗലവി നിങ്ങളോട് പറയുന്നതൊക്കെ തെറ്റോ ശരിയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയോ? നിങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പരിശോധിക്കാൻ അറിയോ? ആര് പറഞ്ഞാലും പരിശോധിക്കണം എന്നല്ലേ? അപ്പോ അതാ ഖുതുബ മലയാളത്തിൽ ഓതണമെന്ന് മൗലവിമാര്, അത് തെറ്റോ ശരിയോ എന്ന് ഈ പള്ളിയിൽ പോകുന്നവരൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? അവർക്ക് പരിശോധിക്കാൻ കഴിയോ? തറാവീഹ് മക്കയിലും മദീനയിലും നടക്കുന്ന അനാചാരമാണെന്ന് മൗലവിമാര് ചോദിക്കട്ടെ. തറാവീഹ് മൗലവിമാര് നിസ്കരിക്കുന്നതാണ് ശരിയെന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ചോദിക്കട്ടെ. ഓരോ മുജാഹിദും ഇങ്ങനെ മൗലവിമാര് പറഞ്ഞത് പരിശോധിച്ചിട്ടാണോ സ്വീകരിക്കുന്നത്? അങ്ങനെ പരിശോധിക്കാൻ കഴിയുന്ന ഒരൊറ്റ മുജാഹിദിനെ ലോകത്ത് കാണിക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ മുജാഹിദേ, നിങ്ങളെ ദീനെന്താണ്? നിങ്ങളെ വിശ്വാസം എന്താണ്? നിങ്ങൾ മൗലവിയെ തുടർന്നാൽ നിങ്ങളെ അവസ്ഥ എന്താണ്? നിങ്ങളെ മൗലവി നിങ്ങളെ ഉപദേശിച്ചതാണ്. ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം, എന്നിട്ടേ സ്വീകരിക്കാൻ പറ്റൂ.
ആർക്കും തെറ്റുപറ്റിയേക്കും. അപ്പൊ ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റിയേക്കും. ചോദിക്കട്ടെ, മൗലൈമാര് മസൂമിങ്ങളാണോ? മൗലൈമാർക്ക് തെറ്റുപറ്റൂല എന്ന് ഉറപ്പാണോ? അല്ല അവർ നബിയാണോ? അമ്പിയാക്കളാണോ? മലക്കുകളാണോ? ഈ മൗലൈമാർക്ക് തെറ്റേ പറ്റിയിട്ടുള്ളൂ കേട്ടോ. നമ്മളെ ഇമാമിങ്ങൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല കേട്ടോ. മുസ്ലിമീങ്ങളെ, ഇമാമിങ്ങൾ പറഞ്ഞ ഏത് കാര്യം കൊണ്ടുവന്നോ ഓരോന്നിനും പ്രമാണം തരാം. ഖുർആൻ തരാം, ഹദീസ് തരാം, ഇജ്മാഅ് തരാം, ഖിയാസ് തരാം. ഇനി ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങൾ യുക്തിവാദിയാണോ വരുന്നത്? വന്നോ യുക്തിവാദി, നിന്റെ യുക്തിവാദം തെറ്റാണെന്ന് യുക്തി കൊണ്ട് തെളിയിച്ചു തരാം. ആണത്തത്തോടെയാ പറയുന്നത്. ഞങ്ങളെ ഇമാമിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഈ സമുദായത്തെ വഴിപഴപ്പിക്കാൻ ഒരു ചേകനൂരിനെയും അതാ അനുവദിക്കൂല. ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഖുർആൻ കയ്യിലെടുത്തിട്ട് ഞങ്ങളെ ഇസ്ലാം ദീന് തകർക്കണമല്ലേ? അതിന് യഹൂദികൾക്ക് എന്റെ നിർദ്ദേശമുണ്ടല്ലേ? എന്നാ നടക്കൂല മൗലവി. നിങ്ങൾ കാണുന്നില്ലേ സഹോദരന്മാരെ? നിങ്ങൾ കണ്ടോ? ഇതെന്താണ്? ഇയാളെ വലിയ ശൈഖ് ഉമർ മൗലവി റഹിമഹുല്ലാ എന്നാ മൗലവി പറയാം. റഹിമഹുല്ലാ അയാളോട് ചോദ്യം. ഇമാമിങ്ങൾക്ക് തെറ്റുപറ്റുമല്ലോ. ചോദ്യം: സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നതിൽ നിഷ്ഠ പാലിക്കുകയും മറന്നുപോയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യുകയും ഖുനൂത്തും സുജൂദും ഒന്നും എടുക്കാത്തവരെ വഴിപിഴച്ചവരായി കണക്കാക്കുകയും ചെയ്യുന്ന ഇമാമിനെ തുടർന്ന് സുബ്ഹി നിസ്കരിക്കുന്ന മുജാഹിദ് സഹോദരന്മാരെ പറ്റി താങ്കൾ എന്ത് പറയുന്നു? ഖുനൂത്ത് ഓതുന്നവരെ തുടർന്ന് നിസ്കരിക്കുന്ന മുജാഹിദുകളെ പറ്റിയാണ് ചോദ്യം. മറുപടി കേട്ടോളെ ഉമർ മൗലവിന്റെ. മുജാഹിദുകൾ അവരോട് യോജിക്കുന്നവരെ സംഘടിപ്പിച്ച് പ്രത്യേക ജമാഅത്ത് നടത്തുകയാണ് വേണ്ടത്. അതിന് തരപ്പെടാഞ്ഞാൽ, ചില സ്ഥലത്ത് അത് തരപ്പെടൂല, അതിന് തരപ്പെടാഞ്ഞാൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നതിന് വിരോധം ഇല്ല. അപ്പൊ ഖുനൂത്ത് ഓതുന്ന മൗലവിയാർ തുടരാം. അദ്ദേഹം തനി ശിർക്കനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പറ്റുകയുമില്ല. തനി ശിർക്കൻ എന്ന് പറഞ്ഞാലോ, മങ്കൂസ് മൗലിദ് ഓതുന്ന, മുഹീദ്ദീൻ റാത്തീബ് ചെല്ലുന്ന, മുഹീദ്ദീൻ മാല പാടുന്ന അങ്ങനത്തെ ആളാണെങ്കിൽ തുടരാൻ പറ്റൂല. ഇമാം അപ്പോ ഈ മുജാഹിദ് സുന്നിനെ തുടരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറയണല്ലോ. പറയട്ടെ, ഇമാം ഖുനൂത്ത് ഓതുന്ന സമയത്ത് ഖുനൂത്തിൽ പങ്കെടുക്കാതെ വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാകുന്നു. അത് ഇമാം അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത്, ഞങ്ങളെ സന്മാർഗത്തിലാക്കിയവരോട് കൂടെ ഞങ്ങളെയും സന്മാർഗത്തിലാക്കണേ അല്ലാ എന്ന് പറയുമ്പോ വെറുതെ നിൽക്കുക. കാരണം ആമീൻ പറഞ്ഞിട്ട് അഥവാ നന്നായി പോയിട്ടുണ്ടെങ്കിലോ, അഥവാ നന്നായി പോയിട്ടുണ്ടെങ്കിലോ, നിസ്കാരത്തിലുള്ളൊരു ദ്വാല്ലേ, ഒന്നായിട്ടുള്ളൊരു ദ്വാല്ലേ. അപ്പൊ അന്നേരത്ത് ആമീൻ പറഞ്ഞു വരെ വെറുതെ നിൽക്കുക. പിന്നെ ആ സമയത്ത് തസ്ബീഹ് നീട്ടിച്ചൊല്ലുകയോ സ്വന്തം നിലക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. ഭയങ്കര വിവരട്ടോ. തസ്ബീഹ് ചൊല്ലൽ റുക്കൂലും സുജൂദിലുക. അപ്പൊ ഈത്തിടാൽ എന്താ ചൊല്ലണ്ടെന്നറിയോ ഉമർ മൗലവിക്ക്? തസ്ബീഹ് നീട്ടിച്ചൊല്ലാറ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ചോദിക്കട്ടെ മൗലവിമാരെ, അല്ലാഹുവിന്റെ റസൂൽ ഈത്തിദാലിൽ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടോ? ചെയ്യാന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. തസ്ബീഹ് ചൊല്ലാമെന്ന് പറയണമെങ്കിൽ റസൂലുള്ളാഹിന്റെ സനദ് കിട്ടണ്ടേ? സനദ് വായിക്കൂ സലഫി. വന്നിട്ട് പോയാ പോരാ, ഈത്തിദാലിൽ തസ്ബീഹ് ചൊല്ലുന്നതിന്റെ സനദ് വായിക്കൂ സലഫി. റസൂലുള്ളാഹി അങ്ങനെ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടോ? സഹാബത്ത് ചൊല്ലിയിട്ടുണ്ടോ? വായിക്കൂ സലഫി. നിങ്ങളെ മതം പറച്ചിൽ ഇങ്ങനെയല്ലേ? നിങ്ങൾക്കൊരു തെളിവും വേണ്ട. മൗലവിന്റെ തലയിൽ കിട്ടുന്ന വിവരക്കേട് വിളമ്പുകയല്ലേ? ഇനിയും കേട്ടോ, ആ സമയത്ത് തസ്ബീഹ് നീട്ടിച്ചൊല്ലുകയോ സ്വന്തം നിലക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയോ ചെയ്യാം. അയാളെ വേറൊരു വിവരക്കേട്. എന്തിനാ ഖുനൂത്ത് എന്നറിയാം? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനായി ഖുനൂത്ത് എന്ന് പറയാ. അത് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ, അത് ചെയ്തുകൂടാന്നല്ലേ വാദോ?
നിങ്ങൾ കുനൂത്ത് ഓതാൻ പാടില്ല. കുനൂത്ത് എന്തിനാ പറയാ? ഈ നിസ്കാരത്തിന്റെ അവസാനത്തെ ഇത്തിദാലിൽ ദുആ ചെയ്യുന്നതിനാണ് കുനൂത്ത് എന്ന് പറയാ. അത് ചെയ്യാൻ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ? അപ്പൊ കുനൂത്ത് ഓതാം, ദുആ ചെയ്യാം. കുനൂത്ത് തന്നെ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത എന്ന് പറയണോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞാൽ കുനൂത്ത് ആവൂലേ? ആകും. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത എന്നത് പ്രത്യേക റിപ്പോർട്ട് വന്നതുകൊണ്ട് അത് കൂടുതൽ ഉത്തമമാണ്. ഇനി കേട്ടോളി, എന്നാ ഇനി ബാക്കി കേട്ടോളി. എന്നാൽ ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിനും വിരോധമില്ലെന്ന് തോന്നുന്നു. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോ ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിനും വിരോധമില്ലെന്ന് തോന്നുന്നു. ഓരോരോ അപ്പൊ തോന്നുന്നത് അങ്ങനെ കേട്ടോ. മറ്റത് മനസ്സിലായത്, ഇത് തിരിഞ്ഞത്, അത് തോന്നുന്നത്. ഇനി ഇയാൾ അവസാനം തീരുമാനം പറയുന്നു, തോന്നുന്ന പോലെ ചെയ്യുന്നവരാ മുജാഹിദികൾ എന്ന് നമ്മൾ പറഞ്ഞാൽ തോന്നാ ഇവിടുന്ന് സെൽഫി വന്നിട്ട് കംപ്ലൈന്റ് വരുന്നു. ഞാൻ കേട്ടോളി, ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ്. അവസാനത്തെ തീരുമാനം എങ്ങനെ? എന്ത്? ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ്. ഇയാളെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇതാണോ ഞങ്ങൾ ഇമാമിങ്ങളെ വിട്ടിട്ട് സ്വീകരിക്കേണ്ടത്? നിങ്ങളെയാണോ? പറയൂ മൗലവിമാരെ, പറയൂ. ഇത് കരയുദ്ധമാണ്. ഓരോന്നിനും പറയൂ മൗലവിമാരെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവരെ വലിയ നേതാവാരാ? വലിയ നേതാവ് ഇബ്നു തൈമിയ. ഇവര് പറയലാണ് അയാൾ ഇവരായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്, വേറെ വിഷയം. എന്നാൽ അയാൾ മുതൽക്ക് ഇന്നേ വരെയുള്ള മുഴുവൻ മുജാഹിദിനും പിഴച്ചു എന്ന് സക്കരിയ. കേട്ടോളി, എന്താ വിഷയോ? തറാവീഹ്. ഇനി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബികൾ ആരെങ്കിലും ഇവർ പറയുന്നത് പോലെ 17, 21, 23 എന്നിങ്ങനെ വർദ്ധിച്ച എണ്ണങ്ങൾ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമസ്കരിച്ചതായി പ്രാമാണികമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അതും ഇല്ല. മൂപ്പരാണ് ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ രാത്രി നമസ്കാരം ഈരണ്ടീരണ്ടാണ് എന്ന ഹദീസ് 11 റക്അത്തിന്റെ രൂപം വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഈരണ്ടീരണ്ടായ 11 ഉണ്ടാവുമോ മൗലവി? വല്ലാത്ത കണക്കിനാണല്ലോ. കേട്ടോളി, ഡോക്ടറാണ്. കേട്ടോളി, അല്ലാതെ റക്അത്ത് എത്രയും ആവാമെന്ന് ധരിപ്പിക്കുകയല്ല എന്ന് വ്യക്തം. ഇതുകൊണ്ടാണ് അറബികളുടെ ഇബ്നു തൈമിയ്യ മുതൽ ഇബ്നു ബാസ് വരെയുള്ളവരുടെ വ്യാഖ്യാനം അബദ്ധമാണ്, പിഴവാണ് എന്ന് നാം ഇത്രയും കാലം ജനങ്ങളെ പഠിപ്പിച്ചത്. ഇബ്നു തൈമിയ്യ മുതൽ ഇബ്നു ബാസ് വരെ വാദിച്ചതൊക്കെ പിഴവാണ് എന്നാണ് പോലും ഇതുവരെ പഠിപ്പിച്ചത്. പിന്നെ ആരാ? പിന്നെ സുല്ലമി പഠിപ്പിച്ചോ പിഴവാന്ന് ഇപ്പൊ മൂപ്പര് പഠിപ്പിക്കാൻ തുടങ്ങി. ഇനി ഇയാളെ ശിഷ്യം വരൂ, എന്റെ ഉസ്താദ് പഠിപ്പിച്ചോ പിഴവാണ് എന്ന് ബോധ്യപ്പെട്ടു. ഖിയാമത്ത് നാൾ വരെ ഇസ്ലാം ഉണ്ടാവൂലട്ടോ. ഇസ്ലാം ഉണ്ടാവൂല. എല്ലാവർക്കും പിഴവല്ലേ? ഓരോരുത്തരും പരിശോധിക്കല്ലേ? ഇനി കേട്ടോ, അറബ് ലോകത്തെ ആധുനിക പണ്ഡിതന്മാരെക്കാൾ എത്രയോ ഉന്നതരായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലുള്ളവർ മേൽപ്പറഞ്ഞ വിധം വ്യാഖ്യാനിച്ചിട്ടും നാം ആ വ്യാഖ്യാനം സ്വീകരിക്കാതിരുന്നത് നബിചര്യയിൽ സ്ഥിരപ്പെട്ടത് സ്വീകരിക്കണമെന്ന നിലക്കായിരുന്നു. ഇബ്നു തൈമിയൊക്കെ 20 റക്അത്ത് തറാവീഹ് ഉണ്ട് എന്നാ പറയുന്നത്. 4 മദ്ഹബും 20 റക്അത്തുണ്ടെന്നാ പറയുന്നത്. അത് ഇവര് സ്വീകരിക്കാതിരുന്നത് അവർക്കൊക്കെ പേച്ചൂന്ന് തിരിഞ്ഞതുകൊണ്ടാണ്. ഇനി കേട്ടോ, വ്യക്തികളെയല്ല തെളിവുകളെയാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും നോക്കാറുള്ളത്. ഈ അടുത്ത കാലം വരെ മുജാഹിദുകളിൽ ആർക്കും ഈ വിഷയത്തിൽ യാതൊരു വസ്വാസും അങ്കലാപ്പും ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതായത് ഇബ്നു തൈമിയെ സ്വീകരിക്കരുത്, ഒരു ഇബ്നു ബാസിനെ സ്വീകരിക്കരുത്, ലോകത്ത് ഒരു പണ്ഡിതനെ സ്വീകരിക്കരുത് എന്നതിൽ യാതൊരു വസ്വാസും ആർക്കില്ല, മുജാഹിദിയക്ക് ഇതുവരുണ്ടായില്ല. എന്നാ കേട്ടോളി. എന്നാൽ ഇപ്പോൾ മുജാഹിദുകളിൽ തന്നെ ചിലർ ഒരു വിഭാഗം അറബികളുടെ എത്രയും ആവാമെന്ന വാദത്തെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും തങ്ങളുടെ വ്യതിയാനങ്ങൾക്ക് മറപിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ പ്രശ്നം. ഇപ്പൊ മുജാഹിദിന്റെ പ്രശ്നം എന്താണ്? എത്രയാകെ തറാവീഹ് ഒരു കൂട്ടർ പറയുന്നു. പ്രശ്നം തീരലപ്പാ മൗലവി, പ്രശ്നം തീരലപ്പാ, ഇസ്ലാമിലെ പ്രശ്നം തീരലപ്പാ. നിങ്ങൾ ഇമാമിങ്ങളെ തള്ളണമെന്ന് യഹൂദികൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നത്
ഇസ്ലാമിക രംഗത്തെന്നും പ്രശ്നമുണ്ടാകാനാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന ഷാദുലി റാത്തീബ് ചൊല്ലുന്നവര് യഹൂദികളാണെന്ന് നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ അതിലേക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ യഹൂദികളുടെ അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പെട്ടവര് പടയൊരുക്കം തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, തറാവീഹിന്റെ കാര്യത്തിൽ നിങ്ങൾ എത്ര കാരണം പറഞ്ഞു? ഞാൻ ഓരോന്നോരോന്നങ്ങ് പറയാം, കേട്ടോളൂ. അതാ തറാവീഹിന്റെ വിഷയത്തിൽ മാത്രം നിങ്ങൾ എത്രയെത്ര കരണം മറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. ആദ്യം നിങ്ങൾ എഴുതി 20 റക്അത്ത്, തറാവീഹ് 20 കേട്ടോ. തറാവീഹ് ഇത് റമദാനിൽ മാത്രമേ ഉള്ളൂ. സമയം വിത്റിന്റെ സമയം തന്നെ. ഇത് 20 റക്അത്താണ്. എല്ലാ ഈ 2 റക്അത്തിലും സലാം വാജിബുണ്ട്. ഇത് നിങ്ങളെ മദ്രസയില് EK മൗലവി എഴുതിയ പുസ്തകത്തിലുള്ള വാചകമാണ്. അപ്പൊ EK മൗലവി എന്ന ആള് നിങ്ങളെ മുജാഹിദിന്റെ മദ്രസയെ പഠിപ്പിച്ചു തറാവീഹ് റമദാനിൽ മാത്രമേ ഉള്ളൂ. സമയം വിത്റിന്റെ സമയം തന്നെ 20 റക്അത്താണ്. എല്ലാ ഈ 2 റക്അത്തിലും സലാം വാജിബുണ്ട്. ഞങ്ങൾ പറയുന്ന അതേ ആശയം അതാ നിങ്ങളുടെ EK മൗലവി എഴുതി. പിന്നെ നിങ്ങൾ എന്താ ഈ മുസ്ലിമീങ്ങളൊന്ന് നോക്ക്, ഇവരെവിടെയാ എത്തിയത് കേട്ടോ.